الله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഒരു 2 ആഴ്ചയായി ഈ ഒരു പ്രോഗ്രാം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ വളരെയധികം അനിവാര്യമായ, നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട, പ്രത്യേകിച്ച് യുവാക്കൾ സോഷ്യൽ മീഡിയയിലെല്ലാം ഡെയിലി ബേസിസിൽ ഇതിലെല്ലാം ഇടപെടുന്ന ആൾക്കാരെല്ലാം അറിഞ്ഞിരിക്കേണ്ട ഒരു വിഷയമാണ് ഖവാരിജിയത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ കേരളത്തിൽ ഈ വിഷയത്തെ കുറിച്ചിട്ട് വളരെയധികം നല്ല രീതിയിൽ അറിയുന്നതും ഈ വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് അബ്ദുൽ മാലിക് സലഫി ഹഫിളഹുല്ലാ. ഉസ്താദിന്റെ വളരെ ബിസിയായ സമയത്തിൽ നിന്ന് ഒരു കുറച്ച് സമയമാണ് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉസ്താദ് അത് നമ്മൾക്ക് അനുവദിച്ചു തന്നിട്ടുണ്ട്. ഉസ്താദ് അപ്പോൾ നമ്മൾ കൂടെ വന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മൾ ഇതിന്റെ ഒരു പാറ്റേൺ ഉദ്ദേശിച്ചത്, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉസ്താദിന്റെ ഒരു സെഷൻ വെച്ചിട്ടുണ്ടായിരുന്നു ഹദീസ് നിഷേധത്തിനെ കുറിച്ചിട്ട്. അപ്പോൾ അതിൽ നമ്മളൊരു ക്വസ്റ്റ്യൻ ആൻസറിന്റെ രൂപത്തിലായിരുന്നു സെഷന് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ ആ രീതിയിലുള്ള ഉത്തരം നമ്മൾക്ക് കിട്ടും. പിന്നെ നമ്മളെല്ലാ വിഷയങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരിക്കലും എന്തല്ല ഹദീസ് നിഷേധമോ അല്ലെങ്കിൽ ഖവാരിജിയത്തോ ഒരു മണിക്കൂർ തീരേണ്ട ഒരു വിഷയം അല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. വളരെയധികം നമുക്ക് എത്ര വേണമെങ്കിലും ഒരു 30-40 മണിക്കൂറുകളും നമുക്ക് ഇങ്ങനെ ഓരോ സെഷന് വെച്ചിട്ട് നമുക്ക് പോകാൻ പറ്റും. എന്നിട്ടും ചിലപ്പോൾ തീരൂല നമുക്ക് ഓരോരോ കാര്യങ്ങൾ എടുത്താൽ. പക്ഷെ നമ്മൾ ഏറ്റവും എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും ചുരുക്കി നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു രീതിയിൽ വെച്ചിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനും ആദ്യമായിട്ട് ഖവാരിജിന്റെ തുടക്കത്തെ കുറിച്ചിട്ടും അവരുടെ ഉത്ഭവത്തെ കുറിച്ചിട്ടും പഴയ ഖവാരിജ് എന്തായിരുന്നു എന്നുള്ളതും റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം ഖവാരിജുകളെ കുറിച്ചിട്ട് എന്താണ് പറഞ്ഞതെന്നുള്ളതും അതിനെ കുറിച്ചിട്ട് ഒരു ചെറിയ രീതിയിൽ ഒന്ന് വിവരിക്കാൻ വേണ്ടി ഉസ്താദ് അബ്ദുൽ മാലിക് സലഫിയെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹാബിഹി വമൻ വാല അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരന്മാരെ, ഞാൻ വീഡിയോ ഓണാക്കിയാൽ ചിലപ്പോൾ നെറ്റ് പ്രശ്നം വരും. ഓഡിയോ വരെ വീഡിയോ ഓണാക്കി ചിലപ്പോൾ ഇവിടെ ഈ വൈകുന്നേരം ആയതുകൊണ്ട് നെറ്റ് തീരേണ്ട പ്രശ്നമുണ്ട്. ഏതായാലും അൽഹംദുലില്ലാഹ് നമ്മൾ അള്ളാഹുവിന്റെ ദീനുമായി ബന്ധപ്പെട്ട ഒരു വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു അമൽ സ്വാലിഹാത്തായി കബൂൽ ചെയ്യുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്. ഖവാരിജുകളുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയവും അള്ളാഹു അവന്റെ മതത്തിൽ കൊണ്ടുവന്നിട്ടില്ല. യുരീദുല്ലാഹു ബിക്കുമുൽ യുസ്റ വലാ യുരീദു ബിക്കുമുൽ ഉസ്ർ. അള്ളാഹു നിങ്ങൾക്ക് എളുപ്പമാണ് ഉദ്ദേശിക്കുന്നത്, ഒരിക്കലും അള്ളാഹു നിങ്ങൾക്ക് പ്രയാസം ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലും അതുപോലെ തന്നെ യുദ്ധങ്ങളിലും ഒക്കെ ജീവിച്ചിരുന്നൊരു ജനതയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശത്രുക്കളായി ഇരുന്ന ഒരു ജനതയെ മിത്രങ്ങളാക്കി മാറ്റുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിട്ടുള്ളത്. ഇസ്ലാമിന്റെ ഏത് കാര്യത്തിലും ഈ ഒരു കാരുണ്യത്തിന്റെ വശം നമുക്ക് കാണാം. ഇബാദത്തുകളാണെങ്കിലും മുആമലാത്ത് അഥവാ മനുഷ്യന്മാർ തമ്മിൽ ഇടപാടിലാണെങ്കിലും ആദർശത്തിലാണെങ്കിലും വസ്ത്രത്തിലാണെങ്കിലും സംസാരത്തിലാണെങ്കിലും ഏത് നിലക്ക് നോക്കിയാലും മനുഷ്യന് ഉപയുക്തമായ തികച്ചും മാനുഷികമായ ആദർശങ്ങളാണ് ഇസ്ലാമിന്റെ ഏത് കാര്യങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ എന്നിട്ടും ലോകത്ത് ഈ ഒരു മതത്തെ, ഇത്രയും കാരുണ്യം ഉദ്ഘോഷിക്കുന്ന, കാരുണ്യത്തിന്റെ സന്ദേശങ്ങൾ മാത്രം പ്രമാണങ്ങൾ ഉൾച്ചേർക്കപ്പെട്ടിട്ടുള്ള ഈ ഒരു മതത്തെ എന്തുകൊണ്ടാണ് ഇത്രയും അസമാധാനത്തിന്റെ ഒരു മതമായി ചിത്രീകരിക്കപ്പെടുന്നത്? എന്താണ് അതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണം? അതിന് പല കാരണങ്ങളുണ്ട്. അതിൽ ഒരു കാരണം ഇസ്ലാമിന്റെ പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില വ്യാജ കക്ഷികളുണ്ട്. അവർ ഒരുപക്ഷെ ഇസ്ലാമിന്റെ ആദർശ നിലപാടുകളിൽ നിന്ന് വ്യതിചലിച്ചവരാണിരിക്കാം. അതുകൊണ്ട് തന്നെ അവരെ ഇസ്ലാം ആയിക്കൊണ്ട് പ്രൊമോട്ട് ചെയ്ത് അവരെ ഇസ്ലാമിന്റെ സിംബലുകളായി പ്രതിഷ്ഠിക്കുമ്പോഴാണ് ഇസ്ലാം ഏറ്റവും കൂടുതൽ ഒരു പ്രതിസ്ഥാനത്ത് നിർത്തപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമെന്ന്
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ നമുക്ക് പ്രവചിച്ചിട്ടുണ്ട്. ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് ഈ ഒരു പ്രവണതയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ മുമ്പ് തന്നെ വളരെ കൃത്യമായി വിശദീകരിച്ചു തന്നിട്ടുണ്ട്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിക്കുന്നതിന് മുമ്പ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ഫിത്നകൾ അഭിമുഖീകരിക്കേണ്ടി വരും, ലോകാവസാനം വരേക്കുമുള്ള മുസ്ലിം ഉമ്മത്തിന് എന്തൊക്കെ പ്രയാസങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരും എന്ന് പഠിപ്പിക്കുന്നതോടൊപ്പം തന്നെ ആ പ്രയാസങ്ങളിൽ നിന്നും ഫിത്നകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ് എന്നുകൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ യമനിലേക്ക് പറഞ്ഞയച്ചു. യമനിലേക്ക് പറഞ്ഞയച്ചത് അവിടെ നിന്നുള്ള സക്കാത്തിന്റെ കുറച്ച് സ്വത്തുക്കളൊക്കെ ശേഖരിക്കാനും അതിന് നേതൃത്വം കൊടുക്കാനും അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പറഞ്ഞയച്ചു. അങ്ങനെ യമനിൽ നിന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു കുറച്ച് സ്വർണ്ണക്കട്ടികൾ ഒരു തോൽപാത്രത്തിൽ കെട്ടി മദീനയിലേക്ക് കൊടുത്തയച്ചു. ആ സ്വർണ്ണക്കട്ടി എന്ന് പറഞ്ഞാൽ ലം തുഹസ്സൽ മിൻ തുറാബിഹ എന്ന ഹദീസിൽ കാണാം. അതായത് അത് ശുദ്ധിയാക്കാതെ, അതായത് മണ്ണിൽ നിന്ന് എടുത്ത സ്വർണ്ണക്കട്ടികൾ അങ്ങനെ തന്നെ ശുദ്ധിയാക്കാതെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് കൊടുത്തയച്ചത്. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 4 വ്യക്തികൾക്ക് ഫഖസമഹ ബൈന അർബഅത്തി നഫരിൻ ബൈന ഉയൈന ബിൻ ഹുസ്ൻ വൽഅർഖ ബിൻ ഹാബിസ് വസൈദ് ബിൻ ഖൈൽ വറാബിഅ അൽഖമ ഇബ്നു അലാഖ്, അതുപോലെ തന്നെ ആമിർ ബിൻ തുഫൈൽ. അങ്ങനെ 4 ആളുകൾ. ഒന്ന് ഉയൈന ബിൻ ഹുസ്ൻ, അതുപോലെ തന്നെ അഖ്റ ബിൻ ഹാബിസ്, സെയ്ദ് ബിൻ ഖൈൽ. 4-മത്തത് അൽഖമയാണോ അത് ആമിറാണോ എന്ന് റാവിക്ക് സംശയമുണ്ട്. അങ്ങനെ ഈ 4 ആളുകൾക്കിടയിൽ ഈ സമ്പത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാഗിക്കുകയാണ്. ഫഖാല റജുലുൻ, അപ്പോ ചില ആളുകൾ ഈ ഒരു വീതം വെപ്പിനെ കുറിച്ച്, പ്രവാചകൻ ഈ വീതിച്ച വീതം വെപ്പിനെ കുറിച്ച് ചില ആളുകൾ പറഞ്ഞു, കുന്ന നഹ്നു അഹഖു ബിഹാദാ മിൻ ഹൗലായി, ഈ പറയപ്പെട്ട 4 ആളുകളേക്കാൾ കുറച്ചും കൂടി സമ്പത്തിന് ഏറ്റവും അർഹതപ്പെട്ടവർ ഞങ്ങളായിരുന്നല്ലോ എന്ന് അവരിങ്ങനെ അടക്കം പറഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് ഈ വിവരം എത്തി. അപ്പൊ പ്രവാചകൻ ചോദിച്ചു, അല്ലാ തഅ്മനൂനി വഅന അമീനു മൻ ഫിസ്സമാ, ആകാശത്തുള്ളവൻ എന്നെ അമീനായി, എന്നെ സത്യസന്ധനായി നിയോഗിച്ചിരിക്കുന്നു. ആ സത്യസന്ധത നിങ്ങൾ എന്നെ സത്യസന്ധനായി കാണുന്നില്ല. രാവിലെ വൈകുന്നേരം എനിക്ക് ആകാശത്ത് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഫഖാമ റജുലുൻ, ഒരു മനുഷ്യൻ എഴുന്നേറ്റുന്നു. ഗാഇറുൽ ഐനൈൻ, അയാളുടെ കണ്ണ് കുറച്ചിലേക്ക് പോയിട്ടുണ്ട്. മുശ്രിഫുൽ വജ്നത്തിൻ, നല്ല കവിൾ ഉന്തിയ ഒരു മനുഷ്യനാണ് അയാൾ. നാശിസുൽ ജബഹ, നല്ല ഉയർന്ന നെറ്റിത്തടമുള്ള. കസ്സുൽ ലഹിയ, നല്ല തിങ്ങിയ താടിയുള്ള. മഹ്ലൂഖുർ റഅസ്, തല മുണ്ഡനം ചെയ്ത വ്യക്തിയാണ് അദ്ദേഹം. അതുപോലെ തന്നെ മുസ്മസൽ ഇസാർ, വസ്ത്രം കുറച്ച് മടക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളൊരു മനുഷ്യൻ അയാൾ യാ റസൂലല്ലാഹ് ഇത്തഖില്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം, യാ മുഹമ്മദ് എന്ന് അദ്ദേഹം പറഞ്ഞു. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കേട്ടപ്പോൾ ഈ ഇസ്ലാമിന്റെ പ്രത്യക്ഷമായ ശിആറുകളൊക്കെ തന്നെയും സ്വീകരിച്ച് ഒരു മനുഷ്യൻ നല്ല സമൃദ്ധമായ താടിയുള്ള, തലമുണ്ഡനം ചെയ്തിട്ടുള്ള, കവിളൊട്ടിയ, അതുപോലെ തന്നെ കണ്ണ് കവിളിങ്ങനെ ഉന്തി നിൽക്കുന്ന, കണ്ണ് കുഴിയിലേക്ക് പോയിട്ടുള്ള, ഉയർന്നു നെറ്റിയുള്ള ഒരു മനുഷ്യൻ. അയാള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദ്, അല്ലേ മുഹമ്മദേ നിങ്ങൾ നീതി കാണിക്കുക. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വൈലക് അവലസ്തു അഹഖു അഹ്ലിൽ അർളി അൻ യത്തഖില്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിക്കാൻ ഈ ഭൂമിയിൽ ഞാനല്ലേ ഏറ്റവും അവകാശപ്പെട്ടാണ്. എന്നിട്ട് ഈ പ്രവാചകൻ എന്ത് പറഞ്ഞു? തിരിച്ചു പോയി. അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, സൗണ്ട് ക്ലിയർ അല്ല? സൗണ്ട് ക്ലിയർ ചെറുതായിട്ട് ഇല്ലേ? ബ്രേക്ക് ആവുന്നുണ്ട് ഇടയ്ക്ക്. നെറ്റിന്റെ പ്രശ്നമുണ്ട്. ഒരു മിനിറ്റ്, ഞാൻ സ്ഥലം സാധാരണ ഒരു മിനിറ്റ്.
ഇപ്പോ ക്ലിയർ ഉണ്ടോ? ഓക്കെ ആണ് സാർ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് ഇത് പറഞ്ഞ് അയാൾ പിന്തിരിഞ്ഞു പോയി. അപ്പോ മഹാനായ ഖാലിദ് ബിൻ വലീദ് ക്ലിയർ അല്ലേ? സൗണ്ട് ക്ലിയർ ഉണ്ട്? അപ്പോ ഇടയിൽ കുറച്ച് പോയി. ഇപ്പോഴോ? ഇടക്ക് 5G വരും. ഇപ്പൊ കേൾക്കാം സാർ, ക്ലിയർ ആണ്. അപ്പോ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു, അല അദ്രിബു ഉനഖഹു, അല്ല പ്രവാചകരെ, ഞാൻ അയാളുടെ തല എടുക്കട്ടെ? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലഅല്ലഹു അൻ യകൂന യുസല്ലിയ, അയാൾ ഒരു പക്ഷേ നമസ്കരിക്കുന്നവനായേക്കാം എന്ന് പ്രവാചകൻ പ്രതിവദിച്ചു. ഫഖാല ഖാലിദ്, അപ്പൊ ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലം വകം മിൻ മുസല്ലിൻ യഖൂലു ബിലിസാനിഹി മാ ലൈസ ഫീ ഖൽബിഹി, എത്ര നമസ്കാരക്കാരാണ് അവരുടെ നാവ് കൊണ്ട് കാര്യങ്ങൾ പറയുന്നു, പക്ഷെ അയാളുടെ ഹൃദയത്തിൽ അത് ഉണ്ടാവുകയില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി ലമുഅ്മർ അൻ അൻഖുബ മിൻ ഖുലൂബിന്നാസ് വല അൻ അശുഖ ബുത്തൂനഹും, മനുഷ്യന്മാരുടെ വയറുകൾ കീറി നോക്കാനോ അല്ലെങ്കിൽ ഹൃദയങ്ങൾ പിളർന്നു നോക്കാനോ എന്നോട് കൽപ്പിക്കപ്പെട്ടിട്ടില്ല. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, ഇന്നഹു യഖ്റുജു മിൻ ളിഫി ഹാദാ ഖൗമുൻ യത്ലൂന കിതാബല്ലാഹ്, ഈ മനുഷ്യന്റെ മുതുകിൽ നിന്നൊരു ഖൗം ഇവിടെ വരും, അവർ അള്ളാഹുവിന്റെ കിതാബ് പാരായണം ചെയ്യുന്നവരായിരിക്കും. എന്നിട്ട് ലാ യുജാവിസു ഹനാജിറഹും, എന്നാൽ ആ പാരായണം അവരുടെ തൊണ്ടക്കുഴിയിലേക്ക് ഇറങ്ങുകയില്ല, അത് അവിടെ കീഴ്പോട്ട് ഇറങ്ങുകയില്ല. യംറുഖൂന മിന ദീൻ കമാ യംറുഖു സഹ്മു മിന റമിയ്യ, ഒരു വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തേക്ക് പോകുന്നത് പോലെ അവർ ദീനിൽ നിന്ന് പുറത്തു പോകുകയായിരിക്കും. ലൈൻ അദ്റക്തുഹും, ഞാനെങ്ങാനും അവരെ കണ്ടുമുട്ടുകയാണെങ്കിൽ തുലന്നഹും ഖത്ല സമൂദ് ഗോത്രത്തെ നശിപ്പിച്ചതുപോലെ ഞാൻ അവരെ ഒന്ന് നശിപ്പിക്കുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇതാണ് ഈ വിഷയത്തിലെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഹദീസ്. അപ്പൊ ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്ന ചില സംഗതികളുണ്ട്. ഒന്ന്, ഇസ്ലാമിക സമൂഹത്തിൽ ഈ വിഭാഗമാണ് ഏത് കാലഘട്ടത്തിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അത് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങിയവര്, പക്ഷെ അത് സാധിച്ചില്ല. അതിൽ ഒന്നാമത്തത്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവർത്തനങ്ങളിൽ അവർ തൃപ്തരാവുകയില്ല, അഥവാ ദീനിന്റെ വിഷയങ്ങളിൽ അവർ ഒരിക്കലും തൃപ്തരാവുകയില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പോലും ശരിയല്ല എന്നൊരു നിലപാടിലായിരിക്കും ഈ ആളുകൾ ഉണ്ടാകുക. ലോകത്തെ ഏത് തീവ്രവാദ സംഘടനകൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ ഒരു അടിസ്ഥാനം അവർ നമുക്ക് കാണാൻ കഴിയും. അതായത് ദീനിൽ പലതും ശരിയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാകട്ടെ, സ്വഹാബികളാകട്ടെ, ഇമാമികളാകട്ടെ, അവരൊന്നും പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു മാതൃകയല്ല എന്ന രീതിയിലുള്ളൊരു ആഖ്യാനം ഈ ഒരു ദീനിന്റെ കാര്യത്തിൽ അവർക്കുണ്ടാകും. രണ്ടാമത്തെ ഒരു കാര്യം, ഇസ്ലാമിന്റെ ഷിആറുകൾ ഇവർ സ്വീകരിക്കുമെന്നുള്ളതാണ്. ലോകത്തെ ഏത് തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെയും ഒരു പ്രധാനപ്പെട്ട മുഖമുദ്രയും ഒരു പ്രധാനപ്പെട്ട മുഖമൂടിയും ഇത് തന്നെയാണ്. ഇസ്ലാമിന്റെ ഷിആറുകൾ, താടി, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ വസ്ത്രം, ഇസ്ലാമിന്റെ കലിമത്ത് ഷഹാദ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ സ്വീകരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഈ ഉമ്മത്തിന് മുന്നറിയിപ്പ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു കക്ഷിയെ കുറിച്ചാണ്. ഇവരാണ് പിന്നീട് ഖവാരിജുകൾ എന്ന പേരിൽ രംഗത്തുന്നത്. ഈ ഒരു കക്ഷിയെ സംബന്ധിച്ചാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഹദീത്തുകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഇവരുടെ ചരിത്രം, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ ഫിത്തനകൾ ഉണ്ടായെന്ന് മാത്രമല്ല, ഇവര് കൂഫയിൽ, ഞാൻ പറഞ്ഞ ക്ലിയർ ആണല്ലോ അല്ലേ?
കേൾക്കണില്ലേ? ക്ലിയർ ആണ് പറയണട്ടോ. ഉസ്താദ്, ക്ലിയർ ആണ്, ക്ലിയർ ആണ്. ഓക്കെ. പിന്നെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ ഭരണകാലം മദീനയിലാണ്. അദ്ദേഹത്തിന്റെ ക്യാപിറ്റൽ, അവിടുത്തെ തലസ്ഥാനം മദീനയിലാണ്. പക്ഷേ ഈ അന്ന് സഹാബികൾ അധികം താമസിച്ച മദീന അതുപോലെ തന്നെ അതിന് ചുറ്റുഭാഗത്തുള്ള സ്ഥലങ്ങളിലാണ്. പക്ഷേ ഈ കൂഫ പോലെയുള്ള, ഇറാഖ് പോലെയുള്ള സ്ഥലങ്ങൾ, സഹാബികൾ അധികമില്ലാത്ത സ്ഥലങ്ങളിൽ ചില ആളുകൾ ഇങ്ങനെ വട്ടം കൂടി ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങി. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ആരോപണങ്ങൾ പറഞ്ഞു വരുത്താൻ തുടങ്ങി. പ്രധാനമായിക്കൊണ്ട് അവർ പറഞ്ഞു വരുത്തിയിരുന്ന 3 ആരോപണങ്ങൾ. ഒന്ന്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. രണ്ടാമത്, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹദിൽ നിന്ന് പിന്തിരിഞ്ഞ് ഓടിയ വ്യക്തിയാണ്. 3, ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടില്ല. ഈ 3 കാര്യങ്ങളും അവർ ആളുകൾക്കിടയിൽ ഇങ്ങനെ പ്രചരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഒരിക്കൽ ഈ കൂഫയിൽ ഇറാഖ് ഭാഗത്തു നിന്ന് ഒരാൾ ഹജ്ജിന് വന്നപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു കണ്ടു. അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹുവിനോട് ഈ 3 വിഷയം ചോദിച്ചു. അദ്ദേഹം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു പറഞ്ഞു, ഇല്ല. അദ്ദേഹം ഉഹുദിൽ നിന്ന് പിന്തിരിഞ്ഞോടിയ വ്യക്തിയാണോ? ഓട്ടാൻസറാ മത്സരം എന്താ ഇപ്പൊ പച്ചടിക്കുന്നത്? എന്താണ് ഇതെങ്ങനെയാ ഇപ്പൊ മാസം കളർ മാറ്റോ? എന്താണ് അത് ബാക്ക്ഗ്രൗണ്ട് ഓൺ ആയതായിരിക്കും. പറഞ്ഞു. പിന്നെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു ഉഹുദിൽ പിന്തിരിഞ്ഞോടിയ വ്യക്തിയാണോ? അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അതെ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബൈഅത്തുർ റിദ്വാനിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഉസ്മാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇല്ല. ഇയാൾ വളരെ സന്തോഷത്തോടെ തുള്ളിച്ചാടി, അല്ലാഹു അക്ബർ, ഞാൻ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സംബന്ധിച്ച് കേട്ടത് മുഴുവനും ശരിയാണല്ലോ, ശരിയാണെന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നല്ലോ. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ വിളിച്ചു, നിങ്ങൾ കേട്ട ആരോപണം ഇതാണ്, പക്ഷെ അതിന്റെ വസ്തുത എന്താണെന്ന് കൂടി നിങ്ങൾ കേൾക്കണം. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്തിട്ടില്ല. കാരണം ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകളെ റുഖിയ റളിയല്ലാഹു അൻഹ രോഗിയായി കിടക്കുകയായിരുന്നു ബദർ നടക്കാൻ പോകുമ്പോൾ. അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ മകളെ പരിചരിക്കാൻ വേണ്ടി പ്രത്യേക പെർമിഷൻ നൽകി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു മദീനയിൽ നിൽക്കാൻ അനുവാദം കൊടുക്കുകയും പ്രവാചകൻ അദ്ദേഹത്തെ ബദരീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ബദറിന്റെ ഗനീമത്ത് സ്വത്തേറ്റത്തിന് കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വിമർശകന്മാർ പറഞ്ഞിട്ടില്ല. പിന്നെ ഉഹുദിൽ അദ്ദേഹം പിന്തിരിഞ്ഞോടിയിട്ടുണ്ട്. കാരണം ഉഹുദിന്റെ അത്രയും രൂക്ഷമായ ഘട്ടത്തിൽ വെറും 7 ആളുകൾ മാത്രമാണ് റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത്. ബാക്കിയുള്ള എല്ലാവരും തിരിഞ്ഞോടിയിട്ടുണ്ട്. അതിൽ ഉസ്മാൻ റളിയല്ലാഹു ഉണ്ട്. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല വലഖദ് അഫ അൻകും, അത് നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അതിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു അല്ലാഹു പുറത്തു കൊടുത്തിട്ടുണ്ട്. മൂന്നാമത്തെ ബൈഅത്തുർ റിദ്വാനിൽ അദ്ദേഹം പങ്കെടുക്കാതിരുന്നത് അദ്ദേഹത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് ഒരു പ്രധാനപ്പെട്ട ആവശ്യത്തിന് വേണ്ടി പറഞ്ഞയച്ച സന്ദർഭത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ബൈഅത്തുർ റിദ്വാൻ സംഭവം നടക്കുന്നത്. ഉസ്മാൻ റളിയല്ലാഹു സ്ഥലത്തില്ല. മാത്രമല്ല, പ്രവാചകൻ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പകരമായി തന്റെ വലത് കൈ പിടിച്ച് വലത് കൈ ഉയർത്തിക്കാട്ടി, ഇത് ഉസ്മാൻ, ഇത് ഉസ്മാൻ റളിയല്ലാഹുവിന്റെ കൈയാണ് എന്ന് പ്രവാചകൻ തന്റെ വലത് കൈ ഇടത് കൈയിൽ പിടിച്ച്, ഇത് ഉസ്മാൻ റളിയല്ലാഹുവിന് വേണ്ടിയുള്ള ബൈഅത്താണെന്ന് പറഞ്ഞ് പ്രവാചകൻ തന്റെ സ്വന്തം കരം കൊണ്ട്, അതും വലത്തെ കൈ കൊണ്ട്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ ബൈഅത്ത് നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഇത് കേട്ടപ്പോൾ അയാൾക്ക് സംഗതി ശരി, ഇത് നിങ്ങൾ നാട്ടിൽ ചെന്ന് പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതുപോലെയാണ് ആളുകൾ ഫിത്ന ഉണ്ടാക്കാൻ തുടങ്ങുക. അതായത് ഉള്ള വസ്തുതയെ ചിലപ്പോൾ കോട്ടി മാറ്റി വക്രീകരിച്ച് ആളുകൾക്കിടയിൽ ഫിത്ന ഉണ്ടാക്കുക. ഇങ്ങനെ ഈ ആളുകള്, ഈ ഖവാരിജികൾ അവിടെയാണ് പണി തുടങ്ങിയത്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ കൂഫയിലേക്ക് ഒരാൾ വന്നു. അദ്ദേഹം ഒരു മുഖംമൂടി ധരിച്ച ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ പെരുമാറ്റത്തിലുള്ള സ്വാഭാവികത കണ്ട സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പിടികൂടിയപ്പോ പിന്നെ ഇവർ ചോദിച്ചു, നീ എവിടുന്നാണ് വരുന്നത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ അടുത്തുനിന്ന് വരുന്നത്. അപ്പോ പിന്നെ അവര് ചോദിച്ചു, നീ എന്തിനാ വന്നത്? എന്റെ കയ്യിൽ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കത്തുണ്ട്, അത് നിങ്ങൾക്ക് തരാൻ വേണ്ടി തന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ കത്ത് അവർ ഇദ്ദേഹത്തെ പിടികൂടി അറസ്റ്റ് ചെയ്തു, പിന്നെ തുറന്നു വായിച്ചു. അപ്പൊ അതിലുള്ള എന്താ വെച്ചാൽ, കൂഫയിലുള്ള ആളുകളെ, കൂഫയിലെ അമീറിനെയും ഇറാഖിലെ അമീറിനെയും കൊന്നു കളയണം, അവിടെയുള്ള ആളുകളോട് യുദ്ധം ചെയ്യണം എന്ന് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വന്തം സീൽ, അഥവാ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ വ്യാജ സീലുണ്ടാക്കി
വ്യാജ കത്തുണ്ടാക്കി ഒരു വ്യാജ മനുഷ്യനെ അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ്. അതൊരു നാടൻ കളിയാണ് അവർ. ഇത് അവർക്കിടയിൽ ഭയങ്കരമായ പ്രശ്നം ഉണ്ടാക്കി. സ്വാഭാവികമായിക്കൊണ്ട് ഒരു അന്യായം ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ചെയ്തിരിക്കുന്നു എന്നവർക്ക് തോന്നി. കാരണം ഉസ്മാൻ റളിയല്ലാഹുവിന്റെ പേരിൽ വ്യാജ സീലുണ്ടാക്കി വ്യാജ കത്ത് ഇവർ കൂഫയിലുള്ള ആളുകളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ്. ഈ ആളുകൾ പ്രകോപിതരായി മദീനയിലേക്ക് എത്തി. അങ്ങനെയാണ് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ വധം നടക്കുന്നത്. ആ സംഭവം സുദീർഘമായ സംഭവമാണ്. അങ്ങനെ ഉസ്മാൻ റളിയല്ലാഹുവിന്റെ വീട്ടിൽ വെച്ചുകൊണ്ട് അദ്ദേഹത്തെ വധിച്ചു. സഹാബത്ത് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്ന് ചോദിച്ചാൽ സഹാബത്തിന് പ്രതികരിക്കാൻ അദ്ദേഹം അനുവദിച്ചില്ല. കാരണം ഒരു അമീർ ഖലീഫ ജീവിച്ചിരിക്കുമ്പോൾ ആ ഖലീഫയുടെ അനുവാദമില്ലാതെ ഒരിക്കലും യുദ്ധം ചെയ്യാൻ പാടില്ല. അങ്ങനെ അദ്ദേഹം കൊല്ലപ്പെട്ടു. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. അതിനുശേഷം അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു മുആവിയ റളിയല്ലാഹു അൻഹു ചില പ്രശ്നങ്ങൾ ഉണ്ടായി. സഹാബത്തിനിടയിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ. അങ്ങനെ സിഫീൻ യുദ്ധം നടക്കുമ്പോഴാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് ചില ആളുകൾ കുറച്ച് പുറത്തു പോവുകയും ഞങ്ങൾ അലി ബിൻ അബി പ്രശ്നം സുൽഹാക്കാൻ വേണ്ടി അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹുവിന്റെ നേതൃത്വത്തിലുള്ള ഒരു മസ്ലഹത്ത് കമ്മിറ്റി ഉണ്ടാക്കി. പക്ഷെ ആ മസ്ലഹത്ത് കമ്മിറ്റിയെ അംഗീകരിക്കാൻ ഈ ആളുകൾ തയ്യാറായില്ല. കാരണം മുസ്ലിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാകണം എന്നാണ് ഒരു ആഗ്രഹം. അങ്ങനെ ഇൽ ഹുക്മു ഇല്ലാ ലില്ലാ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഇവർ പ്രത്യക്ഷപ്പെട്ടു. അപ്പോഴാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ. ഇവർ പറഞ്ഞ വാചകം ശരിയാണ്, വാചകം ശരിയാണ്, പക്ഷേ ഇവരുദ്ദേശിച്ച ആശയം തെറ്റാണ്. ഇതിൽ നിന്നൊരു കാര്യം കൂടി നമുക്ക് മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആനും പ്രവാചകന്റെ ഹദീസുകളും സഹാബത്ത് മനസ്സിലാക്കിയതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കണം എന്നുകൂടി ഈ അലി ബിൻ അബി താലിബിന്റെ വാചകത്തിലുണ്ട്. കാരണം അവർ ഓതിയത് ആയത്താണ്. ഇൻ ഹുക്മില്ലാ എന്ന വിശുദ്ധ ഖുർആൻ 3 സ്ഥലങ്ങൾ ആവർത്തിച്ചു വന്ന ആയത്താണ്. പക്ഷേ ഇവർ പറഞ്ഞ ആശയം തെറ്റാണ്. ഈ ആയത്ത് അവർ ഓതിയത് സഹാബത്തിനെ കാഫിറാക്കാൻ വേണ്ടിയാണ്. അലി ബിൻ അബി താലിബ് കാഫിറായി, മുആവിയ ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹു കാഫിറായി, അതുപോലെ തന്നെ അബ്ദുല്ലാഹി ബിൻ അംർ ആസ് റളിയല്ലാഹു അൻഹു കാഫിറാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവർ ആയത്ത് ഓതിയത്. അതുകൊണ്ടാണ് ഉരീദ ബിഹിൽ ബാത്തിൽ എന്ന് മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പിന്നീട് ഇത് മുസ്ലിം ലോകത്തിൽ ഒരു വലിയ പ്രശ്നമായി മാറുകയാണ്. ഈ ഖവാരിജികളുടെ മൊത്തം അടയാളങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ സംബന്ധിച്ച് നമുക്ക് ഏത് കാലഘട്ടത്തിലും ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അവരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ചില അടയാളങ്ങൾ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ. അവർ മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യുന്നവരായിരിക്കും, കാഫറുകൾ അവർ ഒഴിവാക്കി വിടുന്നവരായിരിക്കും. അഥവാ വിഗ്രഹാരാധകരോട് അവർ ഒരിക്കലും ഏറ്റുമുട്ടാൻ പോവുകയില്ല. ഇപ്പോ ഈ ഖവാരിജിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നഹ്റുവാനിൽ മുസ്ലിമീങ്ങളോടാണ് അവർ ഏറ്റുമുട്ടിയത്. അതുപോലെ തന്നെ ഇപ്പൊ നമുക്കറിയാം ഈ റമദാനിൽ പോലും ഹറമിൽ ബോംബ് പൊട്ടിക്കാൻ അവർ തയ്യാറായി. ഇറാഖില്, അതുപോലെ തന്നെ ഏത് സ്ഥലങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കിയാലും ഈ IS-ൻ്റെതാണെങ്കിലും അതുപോലെ തന്നെ ഖവാരിജിന്റെ സംഗതികളാണെങ്കിലും ഒക്കെ അവർ മുസ്ലിമീങ്ങളോടാണ് പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവരുടെ വിശ്വാസം എന്താ വെച്ചാൽ ഈ മുസ്ലിമീങ്ങളെല്ലാം കാഫറായി പോയിട്ടുണ്ട്, ഇവരൊക്കെ മുർത്തദ്ദായി പോയിട്ടുണ്ട്. അപ്പൊ ഒരു മുർത്തദ്ദിനോട് യുദ്ധം ചെയ്യലാണ് ഒരു അസ്ലിയായ കാഫറിനോട് യുദ്ധം ചെയ്തതിനേക്കാൾ പുണ്യം എന്നാണ് അവർ വിശ്വസിച്ച് വെച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ പുറത്ത് ഇപ്പൊ ഇസ്രായേലിനോടും അതുപോലെ തന്നെ അമേരിക്കയോടൊക്കെ യുദ്ധം ചെയ്യുക അവർ അസ്ലിയായ കാഫറുകളാണ്. ഈ അസ്ലിയായ കാഫറുകളെക്കാൾ അടിസ്ഥാനപരമായി കാഫറായ മനുഷ്യനോട് യുദ്ധം ചെയ്യുന്നതിനേക്കാൾ പുണ്യം മുസ്ലിങ്ങളായിട്ട് പിന്നീട് ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയ മുർത്തദ്ദുകളാണ്. അപ്പൊ ലോകത്ത് സൗദി അറേബ്യ മുർത്തദ്ദ് രാഷ്ട്രമാണ്, UAE മുർത്തദ്ദാണ്, ഖത്തർ മുർത്തദ്ദാണ്. അതുപോലെ ഇന്ന് നിലവിലുള്ള എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളും മുർത്തദ്ദുകളാണ്. അവരോട് യുദ്ധം ചെയ്യലാണ് എന്നത് അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു പ്രവചനത്തിന്റെ തുടർച്ചയാണ്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം വയദഊന അഹ്ലൽ ഔസാൻ. പിന്നീട് പ്രവാചകൻ പറഞ്ഞു അന്നഹും അഹ്ലുദ് ദുനിയ. അവർ ദുനിയാവിന്റെ ആളുകളായിരിക്കും, അധികാരമായിരിക്കും എപ്പോഴും അവർക്ക് ആവശ്യം. ഈ മുല്ലപ്പൂ വിപ്ലവമാണെങ്കിലും അതുപോലത്തെ മറ്റു സംഗതികളൊക്കെ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ അധികാര പീഠങ്ങളെ അരക്ഷിതമാക്കുകയും അവിടെ ഒരു തരം അക്രമവാസനയോടുകൂടി പെരുമാറുകയും ചെയ്യുക. മാത്രമല്ല പ്രവാചകന്റെ അടുക്കൽ ഈ ദുൽഖുവൈസറ എന്ന് പറയുന്ന ഈ മനുഷ്യൻ ഏദില്ല മുഹമ്മദ് പറഞ്ഞല്ലോ, അയാൾ എന്തിനാണെന്ന് പറഞ്ഞത്? അയാൾക്ക് പൈസ കിട്ടാനായിട്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അർഹരായ ആളുകൾക്ക് പണം വീതിച്ചു കൊടുത്തപ്പോൾ തനിക്കും അതിന് അർഹതയുണ്ട് എന്ന് ആ
മതത്തോടുള്ള ആർത്തിയും മോഹവുമാണ് പ്രവാചകനെതിരെ തിരിയാൻ അയാൾക്ക് പ്രേരണ ഉണ്ടായത്. ഇത് ലോകത്ത് എവിടെയും നമുക്ക് കാണാൻ കഴിയും. അതായത് പിന്നെ ഹസൻ ബസരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തോട് പിന്നെ ഒരു ഖവാരിജ് വന്നിട്ട് ചോദിച്ചു, മാ തഖൂൽ ഫിൽ ഖവാരിജ്, എന്താണ് ഖവാരിജുകളെ പറ്റി നിങ്ങളുടെ അഭിപ്രായം? അദ്ദേഹം പറഞ്ഞു, ഹും അസ്ഹാബു ദുനിയ, അവർ ദുനിയാവിന്റെ ആളുകളാണ്. അപ്പോ പിന്നെ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, പിന്നെ ഹദ്ദഥനി അനി സുൽത്താൻ ഹൽ മനഅക മിൻ ഇഖാമത്തി സ്വലാ വ ഇതാഇ സക്ക വൽ ഹജ്ജ് വൽ ഉംറ ഫഅറാ ഇന്നമ മനഅക ദുനിയ ഫഖാതൽതു അലൈഹ. അതായത് ഈ ആളുകള് പിന്നെ നിസ്കാരം അതുപോലെ തന്നെ നോമ്പും കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നവരായിരിക്കും. പക്ഷെ അധികാരത്തിന്റെ വിഷയം വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം മറന്ന് പിന്നെ അതിനു വേണ്ടി ആർത്തി കാണിക്കുന്നവരായിരിക്കും. ഇത് പിന്നെ ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. അധികാരം പിടിച്ചെടുക്കാനും അതുപോലെ തന്നെ മുസ്ലിം രാഷ്ട്രങ്ങളെ മറിച്ചിടാൻ വേണ്ടിയായിരിക്കും പലപ്പോഴും ഇത്തരം ആളുകൾ പ്രവർത്തിക്കുക എന്നുള്ളത് നമുക്ക് ഇസ്ലാമിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ കാണാൻ കഴിയുന്ന കാര്യം. അതേപോലെ തന്നെ ഈ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ അസ്ഥാനത്ത് ഉപയോഗിക്കുക, അത് ഇവരൊരു രീതിയാണ്. ആ രീതിയിലാണ് എല്ലാ കക്ഷികളും പേച്ചു പോയിട്ടുള്ളത്. ആദ്യം പേച്ചു പോയ കക്ഷികളവരാണ്. പിന്നെ ഒരിക്കൽ ഇബ്രാഹിം തൈമി അദ്ദേഹം ധരിക്കുന്ന സംഭവത്തിൽ കാണാം, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഇങ്ങനെ പിന്നെ ഒഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ചിന്തിക്കുന്ന കാര്യം എന്താ വെച്ചാല്, കൈഫ തഖ്തലിഫു ഹാദിഹിൽ ഉമ്മ വ നബിയുഹാ വാഹിദുൻ വ കിതാബുഹാ വാഹിദ്, എങ്ങനെയായിരിക്കും ഈ ഉമ്മത്ത് ഭിന്നിച്ചു പോവുക? കാരണം എന്താ വെച്ചാല് ഈ ഉമ്മത്തിന്റെ പ്രവാചകൻ ഒന്നാണ്, കിബില ഒന്നാണ്, അതുപോലെ തന്നെ വേദഗ്രന്ഥം ഒന്നാണ്, എല്ലാം ഒന്നാണല്ലോ. പിന്നീട് എങ്ങനെയായിരിക്കും ഈ ഉമ്മത്തിൽ ഭിന്നതയുണ്ടാവുക? ഉമർ റളിയല്ലാഹു അൻഹു പിന്നെ അദ്ദേഹത്തിന് എത്തും പിടിയും കിട്ടുന്നില്ല. കാരണം ഒരേ പ്രവാചകൻ സ്വീകരിക്കുന്ന, ഒരേ വേദഗ്രന്ഥം സ്വീകരിക്കുന്ന, ഒരേ ഖിബിലയ്ക്ക് നിസ്കരിക്കുന്ന, ഒരേ ഖുർആനെ സ്വീകരിക്കുന്ന ഈ ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് ഒരു ഭിന്നിപ്പ് സംഭവിക്കുക? അപ്പൊ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അതിന് അദ്ദേഹത്തിന് ഒരു മറുപടി പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, പിന്നെ ഇന്ന ഉൻസില അലൈനൽ ഖുർആൻ അല്ലേ അമീറുൽ മുഅ്മിനീൻ, നമുക്ക് മേലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. അതാണ് നമ്മൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത്. ഫഖറഅനാഹു, നമ്മൾ ആ ഖുർആൻ ഓതി, വഅലിംനാ ഫീമ ഉൻസില, ആ ഖുർആന്റെ ഓരോ ആയത്തുകളും ഏത് വിഷയത്തിൽ എവിടെ ഇറങ്ങിയതാണ്, ആരുടെ മേൽ ഇറങ്ങിയതാണ്, എന്തിനിറങ്ങിയതാണ് എന്നൊക്കെ നമുക്ക് കൃത്യമായി അറിയാം. എന്നാൽ വഇന്നഹു സയകൂനു ബഅദന അഖ്വാമുൻ, നമുക്ക് ശേഷം ഒരു ഖൗം കൂടെ വരാനുണ്ട്, യഖറഊനൽ ഖുർആൻ, അവർ ഖുർആൻ ഓതിക്കൊണ്ടേയിരിക്കും. പക്ഷെ വലാ യഅരിഫൂന ഫീമ നുസില ഔ ഫീമ നസല, ഏത് വിഷയത്തിൽ ആണ് വിശുദ്ധ ഖുർആന്റെ ആയത്ത് ഇറക്കപ്പെട്ടത് അല്ലെങ്കിൽ ഇറങ്ങിയത് എന്നവർക്കറിയില്ല. അവർ ആയത്ത് മാത്രമേ കാണുള്ളൂ, അതിന്റെ കോണ്ടെക്സ്റ്റ് അവർക്കറിയില്ല. ഫയകൂനു ലഹും ഫയകൂനു ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ, അങ്ങനെ ആ ഓതുന്ന ആളുകൾക്കൊക്കെ ആ ആയത്തിനെ സംബന്ധിച്ചൊരു അഭിപ്രായം ഉണ്ടാവും. അപ്പൊ ഇദാകാന ലികുല്ലി ഖൗമിൻ ഫീഹി റഅയുൻ, ഓരോ ഖൗമിനും ഓരോ അഭിപ്രായങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇഖ്തലഫു, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ ഇത് ഇഖ്തലഫു ഇഖ്തതലു, അങ്ങനെ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ അവർക്കിടയിൽ യുദ്ധം നടക്കും. അവർക്കിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പോരാട്ടങ്ങൾ നടക്കും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച അതേപോലെ തന്നെ നമുക്ക് സമൂഹത്തിൽ കാണാൻ കഴിയും. അതുകൊണ്ടാണ് കലിമത്തു ഹഖ്ഖിൻ ഉരീദ ബിഹൽ ബാത്തിൽ, അത് പറഞ്ഞ വാചകം ശരിയാണ് പക്ഷെ ഉദ്ദേശം തെറ്റാണ് എന്ന് പറയാൻ കാരണം. പിന്നെ ഈ ആളുകളുടെ ഒരു പ്രത്യേകത എന്താ ചോദിച്ചാൽ, പിന്നെ ദുനിയാവിന് വേണ്ടി, ദുനിയാവിനോട് ആർത്തി ഉണ്ടാകും, പക്ഷെ ഇസ്ലാമിന്റെ ഈ ആരാധനകൾ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ വലിയ ഒരു ഭക്തി പുറത്തേക്ക് കാണിക്കുന്നവരായിരിക്കും, പക്ഷെ അത് ഉള്ളിലേക്ക് ഇറങ്ങൂല. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഖവാരിജികളെ സംബന്ധിച്ച് പറഞ്ഞ ഹദീസിൽ കാണാം, യഹ്തഖിറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമുഹു മഅ സിയാമിഹിം, നിങ്ങളിൽ ഒരുത്തന്റെ നമസ്കാരം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ നമ്മുടെ നമസ്കാരത്തെ കുറിച്ചല്ല, അശ്രദ്ധമായ നമ്മുടെ നമസ്കാരത്തെ പറ്റിയല്ല, സ്വഹാബത്ത്, പ്രവാചകന്റെ പിന്നിൽ നമസ്കരിച്ച സ്വഹാബത്തിന്റെ നമസ്കാരത്തെ പറ്റി പറയാണ്. നിങ്ങൾ നമസ്കരിക്കുന്ന നമസ്കാരവും ഖവാരിജികൾ നമസ്കരിക്കുന്ന നമസ്കാരം തമ്മിൽ തട്ടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തോന്നും നമ്മുടെ നമസ്കാരം കുറവാണെന്ന്, ചെറുതാണെന്ന്. നിങ്ങളുടെ നോമ്പും അവിടെ നോമ്പും തട്ടിച്ചു നോക്കിയാൽ അവർക്ക് തോന്നും നിങ്ങളുടെ നോമ്പ് ചെറുതാണെന്ന്. അപ്പൊ അത്രയും പിന്നെ ആരാധനകളുടെ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ കാണിക്കുന്ന ആളുകളായിരിക്കും അവര്.
എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെയാണ് പിന്നെ ഈ മെഹ്റുവാൻ യുദ്ധത്തിൽ ഈ അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരുമായി കൊണ്ട് ചർച്ചക്ക് പോയിട്ടുണ്ട്. ഈ അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഇവർ പുറത്തു വന്നു. യുദ്ധത്തിൽ നിന്ന് ഭിന്നിച്ചു പോയി. കുറച്ചാളുകളൊക്കെ പിന്നെ ഹുർവാൻ യുദ്ധ സ്ഥലത്ത് വന്നു. ഹറൂറി എന്ന ബസ് സംഘടിച്ചു. ഒരു 20,000-ഓളം ആളുകൾ ഉണ്ടായിരുന്നു. അവരുമായിക്കൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചർച്ചക്ക് പോകുന്നുണ്ട്. ആ ചർച്ചക്ക് പോകുന്ന സന്ദർഭത്തിൽ പിന്നെ അദ്ദേഹം പറയുന്നുണ്ട്, അവര് ദഖൽതു അലൈഹിം ഫീ ദാരി നിസ്ഫൻ നഹാർ, ഞാൻ ഒരു പകലിന്റെ പകുതി ഉച്ച നേരത്താണ് അവരുടെ അടുക്കലേക്ക് എത്തിയത്. അപ്പോ പിന്നെ അവര് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ അവര് പറഞ്ഞു, മർഹബൻ ബിക യാ ഇബ്നു അബ്ബാസ്, അല്ല ഇബ്നു അബ്ബാസെ നിനക്ക് സ്വാഗതം. മാ ഹാദിഹിൽ ഹുല്ല. അപ്പൊ അദ്ദേഹം ഒരു നല്ലൊരു പിന്നെ മേൽ വസ്ത്രം ധരിച്ചുകൊണ്ട്, ഹുല്ല എന്ന് പറഞ്ഞ വസ്ത്രത്തിന് മുകളിൽ ഇപ്പൊ സാധാരണ അറബികളൊക്കെ ധരിക്കുന്ന വസ്ത്രത്തിനാണ് പറയുക. എന്താണ് ഈ ഹുല്ല? ഇതിങ്ങനൊന്നും ഉണ്ടാകാൻ പാടില്ലല്ലോ. പിന്നെ ദീന് സ്വീകരിക്കുന്ന ആളുകൾ ലളിതമായ ജീവിതമല്ല നയിക്കേണ്ടത്, ഇങ്ങനെ ഈ ഹുല്ലത്തൊന്നും പിന്നെ ഉണ്ടാകാൻ പാടില്ലല്ലോ എന്ന് ഖവാരിജികൾ പറഞ്ഞു. അപ്പൊ അദ്ദേഹം വിശുദ്ധ ഖുർആനിലെ ആയത്തോതി ഖുൽ മിൻ ഹറമ സീനത്തുല്ലാഹി ലത്തി അഖ്റജ ലിഇബാദി എന്ന ആയത്തോതി കൊടുത്ത് അവരെ തിരുത്തണം. ആ സംഭവം സുദീർഘമായ സംഭവമാണ്, ഞാൻ അതിലേക്ക് പോകണില്ല. എന്താ വെച്ചാൽ ഭൗതികമായ വിരക്തി പ്രകടിപ്പിക്കുകയും വലിയ ആരാധനകളുടെ പിന്നെ ചിഹ്നങ്ങൾ അവർ ജീവിതത്തിൽ കൊണ്ടു നടക്കുകയും ചെയ്യുന്നവരായിരിക്കും ഈ ആളുകൾ. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട ഒരു സംഗതിയാണ്. മാത്രവുമല്ല, പിന്നെ ഈ ആളുകളെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങളുടെ രക്തം അവർക്കൊരു പ്രശ്നമേ അല്ല. മുസ്ലിമീങ്ങൾ, ഞാൻ പറഞ്ഞല്ലോ, മുർത്തദ്ദുകളായ ആളുകളെ പോലെയാണ് അവർ കാണുക. ഇപ്പോൾ അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിന്റെ പിന്നെ ചരിത്രത്തിൽ കാണാം, ഈ അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ പിന്നെ പിടിച്ച് കൊണ്ടുപോവുക, ഈ ഖവാരിജുകൾ പിടിച്ചു കൊണ്ടുപോവാണ്. അപ്പൊ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ ഒരു പന്നിയെ ഇവർ കണ്ടു. അപ്പോ പിന്നെ ഈ പന്നിയെ കണ്ടപ്പോ ആ പന്നിയെ അവർ കൊന്നു. അപ്പോ ലിമ ഫഅൽത ഹാദാ വഹുവ ലിദിമ്മി, അങ്ങനെ പിന്നെ എന്തിനാണ് ഈ പന്നിയെ കൊന്നത്? അത് അവിടെയുള്ള ഒരു ദിമ്മിയുടേതാണ്. ദിമ്മിയുടേതെന്ന് പറഞ്ഞാല് ആ ഇസ്ലാമിക രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിം. അപ്പൊ അവർ ഫദഹബ ഇല ദിമ്മി ഫസ്തഹലഹു വറല്ലാഹു. അപ്പൊ ഈ ഖവാരിജികൾ എന്ത് ചെയ്തു? ആ ദിമ്മിയുടെ, ആ മുസ്ലിമായ മനുഷ്യന്റെ അടുക്കിലേക്ക് പോയിട്ട് പിന്നെ അവരോട് മാപ്പ് ചോദിച്ചു, ഞങ്ങൾ അറിയാതെ ചെയ്തു പോയതാണ് എന്നിട്ട് അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തും. അങ്ങനെ പിന്നെ പോകുമ്പോൾ ഒരു തമ്പ്രത്ത്, അതായത് ഒരു കാരക്ക നിലത്ത് വീണ് കിടക്കണ കണ്ടു. അപ്പൊ അതിൽ ഒരാൾ എടുത്തിട്ട് അത് വായിക്കെട്ടപ്പോ ബിഗൈരിൻ വലാ സമനിൻ, ഒരു നിലത്ത് വീണ കാരക്ക ഒരു പൈസ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരാളുടെ അനുവാദമില്ലാതെ നിങ്ങൾ ഭക്ഷണം കഴിക്കണം. അങ്ങനെ ഫൽഖഹ ദാലിക മിൻ ഫമി, അയാളുടെ പിന്നെ വായിൽ നിന്ന് ആ കാരക്ക എടുത്തു കൊടുത്തു. എന്നാൽ അത്രയും സൂക്ഷ്മത അവർ കാണിക്കണം. അങ്ങനെ ഇതൊക്കെ അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹു അൻഹു പിടിച്ചു കൊണ്ടുപോകുമ്പോൾ നടന്ന സംഭവങ്ങളാണ്. അദ്ദേഹം സഹാബിയാണ്. അങ്ങനെ ഫലമ്മ ഖദമു അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് ഫദബഹൂഹു, ഈ പന്നിയെ കൊന്നതിൽ മനസ്താപമുണ്ടായി. ഒരു കാരക്ക നിലത്ത് വീണ് കിടക്കുന്നത് അന്യാന്റേതാണോ എന്ന് ചിന്തിച്ച് അത് വായിലേക്ക് ഇട്ട കാരക്ക തുപ്പിയ ആളുകൾ ഒരു സഹാബിയെ നിഷ്കരണം അറുത്ത് കൊല്ലണം. ഒരു പന്നിയെ അറുത്തതിൽ വേദനിച്ച ആളുകള് ഒരു റസൂലുള്ളാഹിന്റെ സഹാബിയെ അറുത്ത് കൊല്ലണം. അങ്ങനെ വജാഉലംറഅതിഹി, അദ്ദേഹത്തിന്റെ അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ അദ്ദേഹത്തെ കൊന്ന ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ അടുത്തേക്ക് ഇവർ വരികയാണ്. ഫഖാലത്ത്, അപ്പൊ അവർ പറഞ്ഞു, ഇന്നി ഇംറഅത്തുൻ ഹുബല, നിങ്ങൾ എന്നെ കൊല്ലരുത്, ഞാനൊരു ഗർഭിണിയായ സ്ത്രീയാണ്. അല തത്തഖൂന അല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുന്നില്ലേ? നിങ്ങൾ ആലോചിച്ചോളൂ, സഹാബിയെ കൊന്നു, ആ സഹാബിയുടെ ഗർഭിണിയായ ഭാര്യയുടെ അടുത്തേക്ക് ചെല്ലാണ്. അങ്ങനെ ഫദബഹൂഹ, അവർ ആ അബ്ദുല്ലാഹി ബിൻ ഖബ്ബാബ് റളിയല്ലാഹുവിന്റെ ഭാര്യയെ അവർ കൊന്നുകളഞ്ഞു. എന്നിട്ട് വഖറുബത്നഹ, എന്നിട്ട് ആ
വയറ് കീറിയിട്ട് ആ കുഞ്ഞിനെ അവർ പുറത്തേക്ക് എടുത്തു. നമ്മൾ സാധാരണ ഫാസിസ്റ്റുകളൊക്കെ ചെയ്യുന്ന പോലെ. നിങ്ങൾക്ക് ഇത്രയും സഹാബത്തിനോട് പോലും ക്രൂരത കാണിച്ച, ഒരു മുസ്ലിമിനെ കൊല്ലുന്നതിൽ ഒരു മടിയും കാണിക്കാത്തവരായിരിക്കും ഇവര്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ്. യഖ്തുലൂന അഹ്ലൽ ഇസ്ലാം, മുസ്ലിമീങ്ങളെയാണ് അവർ കൊന്ന് ഒടുക്കുക. ഇത് ഇന്നത്തെ ഈ പ്രസ്ഥാനങ്ങളൊക്കെ എടുത്ത് പരിശോധിച്ച് നമുക്ക് കാണാൻ കഴിയും. മാത്രവുമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇവർ ഖിയാമത്ത് നാൾ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇവർക്ക് അന്ത്യം ഉണ്ടാവില്ല. പ്രവാചകന്റെ ഇതിൽ കാണാൻ കുല്ലമാ ഖറജ ഖർനുൻ ഖുത്യ, ഒരു നൂറ്റാണ്ടിൽ ഒരു ഉയർന്നു വരും, അപ്പൊ അവരുടെ ആ പ്രവർത്തനം മുറിക്കപ്പെടും എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രതിരോധം മുസ്ലിം സമുദായത്തിന് ഉണ്ടാവും, അതോടെ നിഷ്ഫലമായി പോകും. അങ്ങനെ അക്സർ 20 മറ പ്രവാചകൻ 20-ലധികം തവണ അത് ആവർത്തിച്ചു. 20-ലധികം തവണ എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 20 നൂറ്റാണ്ടോളം ഇവരുടെ ഫിത്തനകൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. ഹത്താ യഖ്റുജ ഫീ അർളിഹിം അദ്ദജ്ജാൽ, അങ്ങനെ ഈ ആളുകളുടെ മുതുകിൽ നിന്ന്, ഈ ആളുകളുടെ പിൻഗാമിയായിക്കൊണ്ടായിരിക്കും ദജ്ജാൽ കടന്നു വരിക. ഇമാം അഹ്മദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ലാ യസാലൂന യഖ്റുജൂൻ ഹത്താ യഖ്റുജ ആഖിറുഹും മിൻ അദ്ദജ്ജാൽ. ഈ ഖവാരിജികളായ ആളുകളുടെ ആളുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, അവരിൽ നിന്ന് അവസാനം ദജ്ജാൽ പുറത്തേക്ക് വരുന്നവരെ എന്ന് പറഞ്ഞാൽ ദജ്ജാലിന്റെ കൂടെയാണ് ഈ ആളുകൾ ഉണ്ടാകുക. മാത്രമല്ല മുസ്ലിം സമുദായത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഇവർ പുറത്തേക്ക് വരിക. ഈ നെഹ്റുവാൻ യുദ്ധം എടുത്ത് പരിശോധിച്ച് നോക്കിയാലും, സിഫീൻ യുദ്ധം എടുത്ത് പരിശോധിച്ചു, മുസ്ലിമീങ്ങൾ തമ്മിൽ ചെറിയ പ്രശ്നം ഉണ്ടാകുമ്പോൾ അവിടുന്ന് വേഗം ഒരു പുറത്തേക്ക് വരും. അത് പ്രവാചകന്റെ ഇതിൽ കാണാം, ബുഖാരി ഹദീസിൽ കാണാം, യഖ്റുജൂന അലാ ഹൈനി ഫുർഖത്തി മിനന്നാസ്, ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന ഭിന്നിപ്പിന്റെ സമയത്താണ് ഇവർ പുറത്തേക്ക് വരിക. അതേപോലെ തന്നെ ഞാൻ വേഗം പറഞ്ഞു പോകാം, വിവേകമില്ലാത്തവരായിരിക്കും ഇവര്. ഇവർക്കിടയിൽ ഒരു ആലിം ഉണ്ടാവില്ല, പണ്ഡിതൻ ഉണ്ടാവില്ല, ഒരു ബുദ്ധിയും വിവേകത്തോടു കൂടി നയിക്കാൻ പറ്റിയ നേതൃത്വം ഉണ്ടാവില്ല. ഒരു രക്തദാഹികളായ അല്ലെങ്കിൽ അവിവേകികളായ ഒരു പറ്റം യുവാക്കളായിരിക്കും ഇവരുണ്ടാകുക. പ്രവാചകന്റെ ഹദീസിൽ കാണാം, യഅതി ഫി ആഖിരി സമാനി ഖൗമുൻ ഹുദസാഉൽ അസ്നാൻ, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ. അന്ത്യനാളിന്റെ അടയാളമായി പ്രവാചകൻ പറഞ്ഞ സുഫഹാഉൽ അഹ്ലാം, വിവേകമില്ലാത്തവരായിരിക്കും. യഖൂലൂന മിൻ ഖൈരി ഖൗലിൽ ബരിയ്യ, ഏറ്റവും നല്ല വാക്കുകളാണ് അവർ പറയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ കലിമത്ത്, അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ശിആറുകൾ, ഇതൊക്കെയായിരിക്കും അവര് പറയാം. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ച സംഭവം ഇതിന് ഉദാഹരണമാണ്. അബ്ദുല്ലാഹിബ്നു മുൽജിം, അൽ ബുറാഖ് ബിൻ അബ്ദുല്ല, അംർ ബിൻ തൈമി, ഇവര് 3 പേരും യുവാക്കളാണ്, ചെറുപ്പക്കാരാണ്. ഈ 3 ആള് കൂടിയിട്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനെ വധിച്ചു. നമുക്ക് റമദാൻ 17-നാണ് വധിച്ചത്. അപ്പൊ ഈ ഇസ്ലാമിന്റെ റമദാൻ എന്നോ അല്ലെങ്കിൽ സഹാബി എന്നോ റസൂലുള്ളാഹിന്റെ മരുമകനെന്നോ റസൂലുള്ള സ്വർഗം കൊണ്ട് വാഗ്ദാനം ചെയ്ത സഹാബി എന്നോ അതൊന്നും അവർക്ക് പ്രശ്നമല്ല. നിങ്ങൾ ആലോചിച്ചു, റസൂലുള്ളാഹിന്റെ പുത്രിയുടെ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഭർത്താവിനെയാണ് ഒരു റമദാൻ 17 ഇവർ കൊല്ലുന്നത്. അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പള്ളിയിലേക്ക് പോകുമ്പോൾ പതിയിരുന്നു കൊണ്ട് വെട്ടി കൊലപ്പെടുത്താൻ. അപ്പൊ ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ട്. മാത്രമല്ല ഖവാരിജീങ്ങളായിട്ടുള്ള ആളുകൾ അവരെ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞല്ലോ, മുസ്ലിമീങ്ങൾക്കിടയിൽ ഈ ഭിന്നിപ്പ് മുസ്ലിമീങ്ങൾക്കിടയിൽ തന്നെ പ്രവർത്തിക്കും. ഇൽമിന്റെ ഷിയാറുകളൊക്കെ അവർ കാണിക്കും, പക്ഷെ ഒരിക്കലും ഇൽമ അവർക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അബ്ദുല്ലാഹ് ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു ഈ ഖവാരിജികളുമായി കൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി പോയ സന്ദർഭത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളെ കൂട്ടത്തിൽ ഒരാളെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അദ്ദേഹം പറയാണ്, ഞാന് പ്രവാചകന്റെ സഹാബത്തിന്റെ അടുത്ത് നിന്നാണ് വരുന്നത്, ആ ഒരാളും ഫഖീഹുകളായി അല്ലെങ്കിൽ ദീൻ പഠിച്ചവരായി സഹാബത്തിൽപ്പെട്ട ഒരാളെയും ഈ പറയപ്പെട്ട വിഭാഗത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. അതേപോലെ തന്നെ സ്വന്തം ഒരു സ്വന്തത്തെ സംബന്ധിച്ചിടത്തോളം ഒരു ഇജാബുൻ നഫ്സ് അഥവാ ഒരു ആത്മപ്രശംസ നടത്തുന്നവരായിരിക്കും ഇവര്. ഇവര് മാത്രമാണ് ശരി, ബാക്കിയുള്ള എല്ലാവരും തെറ്റാണ്, ബാക്കിയുള്ള എല്ലാ ആളുകളും ഇസ്ലാമിൽ നിന്ന് പുറത്തുള്ള ആളുകളായിരിക്കും എന്നൊക്കെ പറഞ്ഞ് വാദിച്ച് രംഗത്ത് വരുന്ന ആളുകളായിരിക്കും ഇവര്.
ഇതൊക്കെ ഇവരുടെ അടയാളങ്ങളായിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചെന്ന കാര്യങ്ങളാണ്. ഈ ആളുകളോട് യുദ്ധം ചെയ്യണം. ഇസ്ലാമിക ഭരണമുള്ള സ്ഥലമാണെങ്കിൽ ഇവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തണം. അതുകൊണ്ടാണ് ആലു ശൈഖ് ഹഫിളഹുല്ലാ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ഈ ആളുകളെ സംബന്ധിച്ച് പറഞ്ഞ ഖവാരിജികളെ സംബന്ധിച്ച്, ആധുനിക ഖവാരിജികളാണ് IS-ന്റെ ആളുകൾ, അവരെ സംബന്ധിച്ച് പറഞ്ഞ ഇവര് പിന്നെ ഖവാരിജികളാണ്, ഇവരോട് യുദ്ധം ചെയ്യൽ നമുക്ക് നിർബന്ധമാണ് എന്ന് അദ്ദേഹം പറയാൻ കാരണം അതാണ്. അപ്പൊ ഇതുവരെ പിന്നെ ഈ ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലത്താണെങ്കിൽ ഇവരെ സംബന്ധിച്ചിടത്തോളം അവരെ യുദ്ധം ചെയ്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെ, മുസ്ലിം പണ്ഡിതന്മാർക്കെതിരെ തിരിയുക എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ജോലി തന്നെ. അതുകൊണ്ടാണ് പ്രവാചകന് അവരെ ചോദ്യം ചെയ്തു. ഏദലിയ മുഹമ്മദ് പറഞ്ഞു, ഇസ്ലാമിക ഭരണകൂടത്തിനെതിരെയാണ് ഇന്ന് ഇവർ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് ഇസ്ലാമിന്റെ ഭരണകൂടത്തിന്റെ തിന്മകൾ എങ്ങനെയാണ് തിരുത്തേണ്ടത് എന്ന് ഇസ്ലാമിൽ വളരെ കണിശമായ നിർദ്ദേശമുണ്ട്. ഇഖ്വാനികളായ ആളുകൾ, അവരെ ഖുറൂജ് അംഗീകരിക്കുന്ന ആളുകൾ, അത് ഈ ഖവാരിജിങ്ങളിൽ നിന്ന് കിട്ടിയതാണ്. ഒരു ഇസ്ലാമിക ഭരണാധികാരി, ആ ഭരണാധികാരിയിൽ നിന്ന് ഒരു തിന്മ നമ്മൾ കണ്ടാൽ, കുഫറും ബവ്വാഹല്ലാത്ത, പരസ്യമായി കുഫറില്ലാത്ത കണ്ടാൽ ഒരിക്കലും അത് പരസ്യ വിമർശനം നടത്താൻ പാടില്ല. ഒന്നുകിൽ ആ ഭരണാധികാരിന്റെ അടുക്കൽ പോയി പറയണം. അതാ പ്രവാചകൻ പറഞ്ഞത്, അഫ്ദൽ ജിഹാദ് കലിമത്തു ഹഖ്ഖിൻ ഇൻദ സുൽത്താനിൻ ജായിരിൻ. അക്രമിയായ ഭരണാധികാരിന്റെ അടുക്കൽ പോയി പറയണം, അല്ലാതെ അത് സോഷ്യൽ മീഡിയ പറയാൻ പാടില്ല, അങ്ങാടി പറയാൻ പാടില്ല. അതാണ് ഇഖ്വാനികളും സലഫികളും തമ്മിൽ വ്യത്യാസം. ഇത് പിന്നെ മറ്റുള്ള, അതായത് ഖവാരിജിങ്ങളുടെ ഒരു ശുഅബത്താണ്, ഖവാരിജിങ്ങളുടെ ഒരു രീതിയാണ്. ഇസ്ലാമിക ഭരണാധികാരികളെ പരസ്യമായി അധിക്ഷേപിക്കുകയും അവർക്കെതിരെ ആളുകളെ തിരിച്ചുവിടുകയും അവരുടെ ഭരണകൂടത്തിനെതിരെ പ്രവർത്തിക്കുകയും ചെയ്യുക എന്നുള്ളത്. അത് മുസ്ലിമിന് ഉണ്ടാകാൻ പാടില്ല. ഇനി നേർക്കുനേരെ പോകാൻ കഴിയില്ലെങ്കിൽ ഒരു ദൂതനെ അയച്ചുകൊണ്ട് അയാൾക്ക് വിവരം കൊടുക്കുക, ഇന്ന അഭിപ്രായം നിങ്ങൾ തെറ്റാണ്. ഇനി അതിനും അയാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ മനസ്സുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യണം, ആ ഭരണാധികാരി നേരാകാൻ വേണ്ടി. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ റഅ മിൻകും മുൻകറൻ ഫല്യുഗയ്യിറുഹു ബിയദിഹി. ഒരാൾ മുൻകർ കണ്ടാൽ അവന്റെ കൈ കൊണ്ട് തടുക്കണം. എല്ലാ സ്ഥലത്തും കൈ കൊണ്ട് തടുക്കാൻ കഴിഞ്ഞോളന്നില്ല. ഫബിലിസാനിഹി, നാവ് കൊണ്ട് തടുക്കണം. അപ്പൊ കൈ കൊണ്ട് തടുക്കാൻ കഴിയാത്ത തിന്മകളുണ്ട്, നാവ് കൊണ്ട് തടുക്കാൻ കഴിയാത്ത തിന്മകളുണ്ട്. അപ്പൊ എന്താ ചെയ്യേണ്ടത്? അവൻ മനസ്സുകൊണ്ട് ആ തിന്മയെ വെറുക്കണം. ആ തിന്മ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി അവർക്ക് ഹിദായത്ത് കൊടുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. അത് ഇസ്ലാമിന്റെ ഭരണാധികാരികളോട് നമ്മൾ സ്വീകരിക്കണം നിലപാടാണ്. ഇവിടെയാണ് ഇഖ്വാനികളും സലഫികളും വേർതിരിയുന്നത്. അപ്പൊ സലഫികളെ സംബന്ധിച്ച് ഇഖ്വാനികൾ പറയും പോലെ ബീരുക്കളാണ്, കൊട്ടാര പണ്ഡിതന്മാരാണ് ഒക്കെ പറയും. അതൊന്നും അഹ്ലുസുന്നന്റെ പിന്നെ പണ്ഡിതന്മാർക്ക് പ്രശ്നമുള്ള കാര്യമില്ല. കാരണം ഇമാം അഹ്മദ് ബിൻ ഹംബൽ ജയിലിൽ കിടന്നത്, ഇമാം ഷാഫി ജയിലിൽ കിടന്നു, ഇമാം മാലിക് ജയിലിൽ കിടന്നു ഒന്നും ഫാസിസ്റ്റുകളായ അല്ലെങ്കിൽ അമുസ്ലിമീങ്ങളുടെ ഭരണാധികാരികളുടെ കാലത്തല്ല. ഇമാം അഹ്മദ് ബിൻ ഹംബൽ 3ഓളം മുഅ്തസിലിയാക്കളുടെ ഭരണ കാലഘട്ടത്തിൽ ജയിലിൽ കിടന്നിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും ഇമാം അഹ്മദ് ബിൻ ഹംബൽ ആ ഭരണാധികാരികൾക്കെതിരെ ഖുറൂജ് നടത്താൻ, അവർക്കെതിരെ വിപ്ലവം നയിക്കാൻ ഇമാം അഹ്മദ് ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. അദ്ദേഹത്തോട് ആളുകൾ ചോദിച്ചു, ഞങ്ങൾ ചെയ്യട്ടെ, അത് ഒരിക്കലും അനുവാദം കൊടുത്തിട്ടില്ല. അപ്പൊ അത് ഇസ്ലാമിന്റെ രീതിയല്ല. പക്ഷെ ഈ ആളുകൾ പ്രൊമോട്ട് ചെയ്യുന്നത് അൽ ഖുറൂജ് വലൽ അഇമ്മ, ഇസ്ലാമിന്റെ ഭരണാധികാരികൾക്കെതിരെ പിന്നെ വിപ്ലവം പുറപ്പെടുവിക്കുക. അതാണ് ഇപ്പൊ നമ്മൾ മുല്ലപ്പൂ വിപ്ലവത്തിലൊക്കെ കണ്ടിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇത് എന്താണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്നത്? എന്തുകൊണ്ടാണ് ഇസ്ലാമിന്റെ ഭരണാധികാരിയെ നേരിട്ട് ആക്രമിക്കാൻ പാടില്ല എന്ന് ഇസ്ലാം പറയാൻ കാരണം? ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ ഒരു അസലുണ്ട്, ദർഉൽ മഫാസിദ് മുഖദ്ദമുൻ അലാ ജൽബിൽ മനാഫി. ഒരു നന്മ ഉണ്ടാകുന്നതിനേക്കാൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തിന്മ തടയാനാണ്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന തിന്മ അതുകൊണ്ടുണ്ടാകുന്ന നന്മയേക്കാൾ കൂടുതലാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പാടില്ല. ഒരു ഇസ്ലാമിക ഭരണാധികാരികൾക്കെതിരെ തിരിഞ്ഞാലുണ്ടാകുന്ന ഒരുപാട് നന്മകൾ ഉണ്ടാകാം. പക്ഷെ ആ നന്മ കൊണ്ടുണ്ടാകുന്ന അതിന്റെ 10 ഇരട്ടിയും 100 ഇരട്ടിയും തിന്മയാണ് ഉണ്ടാകുക. ആ രാജ്യം കുട്ടിച്ചോറാകുന്ന അവസ്ഥ ഉണ്ടാകും, ഭരണകൂടം മറിഞ്ഞു പോകുന്ന അവസ്ഥ ഉണ്ടാകും, അരാജകത്വം ഉണ്ടാവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എവിടെയൊക്കെ ഇപ്പൊ ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ എന്താ സംഭവിച്ചത്? ആ നാട് കുട്ടിച്ചോറാകുന്നതിൽ ഒരുപാട് ആളുകൾ മരിച്ചു പോകുന്നു, മുസ്ലിമീങ്ങൾക്കിടയിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാകുന്ന കാര്യം ഉണ്ടാവും. അതൊക്കെ ഇസ്ലാമിന്റെ ഇതിന് തെറ്റാണ്, ഇസ്ലാമികമായി കൂടി തെറ്റ്. അതുകൊണ്ടാണ് സലഫികളായ ആളുകൾ അഹ്ലുസുന്ന പറഞ്ഞ ആ രൂപത്തിൽ തന്നെ നിൽക്കുന്നു. ഈ ഖവാരിജികളിൽ നിന്ന് ചില പിന്നെ ഈ സംഗതികളൊക്കെ എടുത്തിട്ടുള്ള ആളുകൾ ഈ ഒരു രീതിയാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇഖ്വാനികളും മറ്റൊക്കെ ആ ഒരു രീതിയിലേക്ക് പിന്നെ പോകാനുള്ള കാരണങ്ങളെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ
പിന്നെ ഈ വിഷയത്തിൽ ഇപ്പൊ നമുക്കറിയാം, ഇവരെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ള ഒരുപാട് പ്രവചനങ്ങൾ ഞാൻ വിശദീകരിച്ചു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ ഇവരുണ്ട്. അതാണ് ഈ IS പോലുള്ള സംഗതികൾ. ഇത് ഒരുപക്ഷെ അമേരിക്ക വരെ വളർത്തിയതായിരിക്കാം, കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഈ വാദങ്ങൾ മുസ്ലിം സമൂഹത്തിൽ ചില ആളുകൾ പിടികൂടിയിട്ടുണ്ട്. അതിന് ഈ പിന്നെ അത് എന്ത് പേരിട്ട്, ഞാൻ പേരൊന്നും പറയുന്നില്ല, ആ പേരുകളൊക്കെ അവർ അറിയപ്പെടുന്നുണ്ടാവും. ഈ പിന്നെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കും, അവർ ഖവാരിജികളാണെന്ന് നമ്മൾ പറയുന്നില്ല, പക്ഷെ ഖവാരിജികളുടെ ചില ആശയധാരകൾ അവരിൽ പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതൊരു വാസ്തവമാണ്. പ്രത്യേകിച്ച് ഈ തഹ്കീമിന്റെ ആയത്തിന്റെ വിഷയത്തിൽ, ഹുക്കും ഇല്ലാ ലില്ലാഹ് എന്ന ആയത്തിന്റെ വിഷയത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണമാണ് ഏറ്റവും പിന്നെ കുഫ്റുൻ ദൂന കുഫ്ർ, അല്ലെങ്കിൽ വമൻ ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുൽ കാഫിറൂൻ എന്ന ആയത്തിനൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വിശദീകരണമാണ് സലഫികൾ അംഗീകരിക്കുന്നത്. പക്ഷേ പിന്നെ ഈ പറയപ്പെടുന്ന ഇഖ്വാനികളാണെങ്കിലും മറ്റുള്ളവരാണെങ്കിലൊക്കെ അവരൊരു ഈ ഖവാരിജികൾ പറയുന്ന ചിന്താധാരയോട് സാമ്യതയുള്ള വർത്തമാനങ്ങളും അതേപോലെ തന്നെ ഈ ഇസ്ലാമിക ഭരണാധികാരികളോട് സ്വീകരിക്കുന്ന നിലപാടിൽ വരുന്ന വീഴ്ചകളുമൊക്കെ ഈ ഒരു വിഷയത്തിൽ അവരോട് സാദൃശ്യത പുലർത്താൻ, അല്ലെങ്കിൽ സാദൃശ്യരാണ് എന്ന് നമുക്ക് പറയേണ്ടി വരുന്നൊരവസ്ഥ ഉണ്ട്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ഖവാരിജികളുടെ ഇന്ന പ്രശ്നങ്ങൾ, ഇന്ന നിലപാടുകളും ഇതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ നിലപാടുകളോട് സാദൃശ്യമുള്ളവരാരാണെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അത് പ്രവാചകന്റെ വിശദീകരണം വളരെ ക്ലിയർ ആണ്. ഇനിയും ഒരുപാട് സംഗതികൾ പറയാനുണ്ട്, ഞാൻ ദീർഘിപ്പിക്കുന്നതിനെ അവസാനിപ്പിക്കണം. എന്തെങ്കിലും ആൾക്ക് സംശയം ഉണ്ടെങ്കിൽ നമുക്ക് തീർക്കാന്നുള്ളതുണ്ട്. അപ്പോൾ അത്രയും പ്രവാചകൻ എത്രത്തോളം ചോദിച്ചാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കല് ഒരു പിന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടി. അപ്പൊ ചെരുപ്പിന്റെ വാറ് പൊട്ടിയപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചെരുപ്പിന്റെ വാറ് നന്നാക്കാൻ വേണ്ടിയിട്ട് അവിടെ നിന്നു. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളില് പിന്നെ അള്ളാഹുവിന്റെ ഖുർആൻ ഞാൻ എനിക്ക് വേണ്ടി ഇറക്കപ്പെട്ട സന്ദർഭത്തിൽ യുദ്ധം ചെയ്തതുപോലെ അള്ളാഹുവിന്റെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ച് യുദ്ധം ചെയ്ത ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും. യുദ്ധം ചെയ്യുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞു. കമാ ഖാതൽതു അലാ തൻസീലി എന്ന പ്രവാചകന്റെ ഹദീസിൽ കാണാം. ഇപ്പൊ സഹാബത്ത് അബൂബക്കർ റളിയല്ലാഹു ഉണ്ട്, ഉമർ റളിയല്ലാഹു ഉണ്ട്, എല്ലാവരും ഉണ്ട്. അപ്പോ പിന്നെ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, ഞാനായിരിക്കുമോ? അദ്ദേഹം പറഞ്ഞു, റസൂലുള്ളാഹി പറഞ്ഞു അല്ല. ഉമർ റളിയല്ലാഹു ചോദിച്ചു, ഞാനായിരിക്കും? അദ്ദേഹം പറഞ്ഞു അല്ല, ആ ചെരുപ്പ് നന്നാക്കുന്ന ആളാണ് എന്ന് പറഞ്ഞാൽ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചില കാര്യങ്ങൾ രഹസ്യമായി പറഞ്ഞു. രഹസ്യം എന്ന് പറഞ്ഞാൽ ദീനിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് മാത്രം അറിയേണ്ട, അദ്ദേഹവുമായി കൊണ്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അതിലൊന്നെന്ന് വെച്ചാൽ പ്രവാചകൻ പറഞ്ഞു, നീ പിന്നെ ഈ ഖവാരിജങ്ങളുമായി കൂടി യുദ്ധം ചെയ്യും. ആ യുദ്ധം ചെയ്യുന്ന സന്ദർഭത്തിൽ നീ താങ്കളുടെ ഖവാരിജുകളുമായി കൊണ്ടാണ് യുദ്ധം നടത്തിയത് എന്ന് തിരിച്ചറിയാൻ വേണ്ടി ഒരു അടയാളം കൂടി പ്രവാചകൻ പറഞ്ഞു കൊടുത്തു. ആ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഒരു മനുഷ്യൻ ഉണ്ടാവും. അയാൾ നീളം കുറവുള്ള ആളായിരിക്കും. അയാളുടെ ഒരു കൈയും പിന്നെ നീളം കുറവായിരിക്കും. ഒരു കൈയിന് നീളം കുറവായിരിക്കും. ആ നീളം കുറവുള്ള കൈ ഏതുപോലെ പ്രവാചകൻ ഒരു ചെറിയ കുനിപ്പ് മാത്രമേ ഉള്ളൂ. പ്രവാചകനെ തോന്നിപ്പിച്ചപ്പോ സ്ത്രീകളുടെ സ്തനം പോലെ അത് തൂങ്ങി നിൽക്കുന്നതായിരിക്കും എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. എന്നിട്ട് അതിന്റെ ചുറ്റിലും ഒരു 7 തടിച്ച രോമങ്ങൾ ഉണ്ടാവും. ഇത്രമാത്രം വ്യക്തമായി പ്രവാചകൻ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കാൻ. അവരുണ്ടെങ്കിൽ, ആ ഒരു വ്യക്തി നീ മഖ്തൂലങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ നീ അവരുമായി കൊണ്ട് യുദ്ധം ചെയ്ത് ശരിയാണ് എന്ന് പ്രവാചകൻ പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവചനം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മനസ്സിലുണ്ട്. അങ്ങനെ നെഹ്റുവാൻ യുദ്ധം കഴിഞ്ഞു. അപ്പൊ ഖവാരിജങ്ങളുമായി കൊണ്ട് അലി ഇബ്നു അബീ ത്വാലിബ് നടത്തിയ യുദ്ധമാണ്. യുദ്ധം കഴിഞ്ഞ് അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞു, ഈ പറയപ്പെട്ട വിശേഷണമുള്ള ഒരാള് ഈ പിന്നെ കൊല്ലപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അലി ഇബ്നു അബീ ത്വാലിബ് ആളെ പറഞ്ഞു വെച്ചു. പക്ഷേ സഹാബികൾ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ ആരുമില്ല. അലി ഇബ്നു അബീ ത്വാലിബ് വീണ്ടും പറഞ്ഞു വെച്ചു. അപ്പോഴും ആളെ കണ്ടില്ല. അദ്ദേഹം തന്നെ നേരിട്ട് പോയി. അപ്പൊ കുറച്ചപ്പുറത്ത് കമഴ്ന്ന് കിടക്കുന്ന ഒരു വ്യക്തിയെ കണ്ടു. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ മറിച്ചിട്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ വിശേഷണം,
അദ്ദേഹം അവിടെ ശുക്രിന്റെ സുജൂദ് ചെയ്തു എന്ന് ഹദീസ് ചരിത്രത്തിൽ കാണാം. എന്നാൽ അദ്ദേഹത്തിന് തെറ്റിയിട്ടില്ല. ഞാൻ പറഞ്ഞ അത്രയും കൃത്യമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഒരു കൂട്ടരെ പഠിപ്പിച്ചു തന്നിട്ട് നമുക്ക് ഇതെന്തിനാ വെച്ചാൽ ഈ വിഭാഗമാണ്, ഈ ചിന്താധാരയാണ് മുസ്ലിമീങ്ങളിൽ ഏറ്റവും കൂടുതൽ അരാജകത്വം ഉണ്ടാക്കുക. വിദേഹത്തിന്റെ കക്ഷികളിൽ ഏറ്റവും പിഴച്ച ആളുകൾ ഇവരാണ്. ഇവർ ആലോചിച്ച് ഇവരിൽ ഒരിക്കലും ശിർക്ക് അതുപോലെ തന്നെ മറ്റു അനാചാരങ്ങൾ ഉണ്ടാവില്ല. അവരൊരിക്കലും നിബിധനം കഴിക്കൂല, അല്ലെങ്കിൽ ബിദത്ത് കഴിക്കൂല, അല്ലെങ്കിൽ ഖബർ ആരാധന നടത്തൂല, ഒന്നും ഉണ്ടാവില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെയാണ് വലിയ തിന്മകൾ. അത് വലിയ തിന്മകളാണ്. പക്ഷെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ഫിത്നക്കാരായി പഠിപ്പിച്ചു യംറുഖൂന മിന ദീൻ കമാ യംറുഖു സഹ്മു മിന റമിയ്യ. ഒരു വേട്ടമൃഗത്തെ തുളച്ച് അമ്പ് പുറത്തു പോകുന്ന പോലെ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയ ആളുകളായിരിക്കും ഇവര് എന്ന് ഇത്രയും ഗൗരവത്തിൽ പഠിപ്പിക്കാൻ കാരണം എന്താ? ഈ ഫിത്നയാണ് ഉമ്മത്തിനെ നശിപ്പിക്കാൻ. അതായത് ഈ ഖവാരിജത്തിന്റെ ഫിത്ന, ഈ ഖവാരിജത്തിന്റെ ചിന്താധാരകൾ, ഖവാരിജത്തിന്റെ അഖീദ, അവരുടെ ആശയധാരകളാണ് ഈ ഉമ്മത്തിന് ഏറ്റവും വലിയ അപകടം ഉണ്ടാക്കുക. ഈ സയ്യിദ് കുത്തുബ് ആണെങ്കിലും മൗദൂദി സാഹിബ് ആണെങ്കിലും ഇവരുടെയൊക്കെ ആശയധാരകളാണ് ലോകത്ത് തീവ്രവാദത്തിന് വളം വെച്ചു കൊടുത്തിട്ട്. അവർക്ക് തീവ്രവാദികൾ നമ്മൾ പറയുന്നില്ല, പക്ഷെ തീവ്രവാദത്തിന്റെ നാരായ വേരുകൾ ഇവരിലേക്ക് ചെന്നെത്തുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അത് ഇഷ്ടംപോലെ നമുക്ക് തെളിയിക്കാൻ കഴിയും. പക്ഷെ അവർക്ക് ഭീകരവാദികളോ തീവ്രവാദികളോ ആണെന്ന് നമ്മൾ പറയുന്നില്ല. ഉസാമ ബിൻ ലാദൻ അടക്കമുള്ള, അതുപോലെ തന്നെ അയ്മൻ ദവാരി അടക്കമുള്ള ആളുകൾക്ക് അവർ പറഞ്ഞു വെച്ചാല് ഈ ഇദ്ദേഹത്തിന്റെ സയ്യിദ് കുത്തുബിന്റെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ ശരിക്കൊരു ക്ലാസിക്കലായിട്ടുള്ള ഒരു ബേസ് ആയിട്ട് അവർ കൊണ്ടു നടക്കുന്നതാണ്. അതിൽ അദാലത്ത് ഫിൽ ഇസ്ലാം എന്ന് പറയുന്ന ഇസ്ലാമിന്റെ സാമൂഹ്യ നീതി എന്ന് പറയുന്ന സയ്യിദ് കുത്തുബിന്റെ കിതാബുകൾ, അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു വളരെ മോശമായി ചിത്രീകരിക്കുന്ന കിതാബുകളാണെന്നൊക്കെയാണ്. അപ്പൊ ആ ഒരു ധാര മുസ്ലിം സമുദായത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതാണ് IS-ലൂടെയും അതുപോലെ തന്നെ ഇഖ്വാനിയത്തിലൂടെയൊക്കെ നമുക്ക് പുറത്തു കാണുന്നത്. അപ്പൊ അതൊന്നും ശരിക്കും നമ്മൾ മനസ്സിലാക്കാതിരുന്നാൽ നമ്മള് ഇസ്ലാമിന് ആകെ പ്രശ്നം ഉണ്ടാക്കുന്ന അവിടുത്തെ സൂഫികളും ഷിയാക്കളും മാത്രമാണ്. സൂഫികളും ഷിയാക്കളും ഫിത്ന ലോകത്ത് ഇസ്ലാമിനുണ്ട്, അത് ഏറ്റവും വലിയ ഡാമേജ് ആണ്. പക്ഷെ ആശയതലത്തിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള ബൗദ്ധികമായ രീതിയിലുള്ള ഒരു വലിയ ക്യാൻസർ തന്നെയാണ് ഈ ഒരു ഇത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിനെ സംബന്ധിച്ച് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഫലസ്തീന്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ, അതുപോലെ തന്നെ ചില വൈകാരിക വിഷയങ്ങൾ വരുമ്പോൾ വൈകാരികമായി ചിന്തിക്കുന്ന, വൈകാരികമായി പ്രതികരിക്കുന്ന ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മളും അത് അറിയാതെ വൈകാരികമായി കൊണ്ട് പ്രതികരിച്ചു പോവുകയൊക്കെ ചെയ്യുന്ന അവസ്ഥ ഉണ്ടാവും. അപ്പൊ അതിനോട് കൃത്യമായ നിലപാടുകൾ ഇപ്പൊ സലഫികളുടെ ലൈൻ ഞാൻ പറഞ്ഞല്ലോ. തിന്മകൾ എതിർക്കുന്നതിൽ ഇസ്ലാം പഠിപ്പിച്ച ചില രീതികളുണ്ട്. എല്ലാ തിന്മകളും കൈകൊണ്ട് തടുക്കാനും എല്ലാ തിന്മകളും നാവ് കൊണ്ട് തടുക്കാനും കഴിഞ്ഞോളുന്നില്ല. ചില തിന്മകൾക്ക് മൗനമായിരിക്കും പ്രതികരണം, മനസ്സുകൊണ്ടുള്ളതായിരിക്കും പ്രതികരണം. അതും ഈമാനിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഒരാൾക്ക് കൈകൊണ്ട് തടുക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഇജെന്താ കൈകൊണ്ട് തടുക്കാത്ത എനിക്ക് ഈമാനില്ല എന്ന് പറയാൻ പാടില്ല. ഇപ്പൊ ഫലസ്തീന്റെ വിഷയത്തിലൊക്കെ പല ഗവൺമെന്റുകളും സ്വീകരിച്ച നിലപാട് നോക്കിയാൽ നമുക്കിത് വ്യക്തമാവും. അപ്പൊ അതാണ് വിഷയത്തെ സൂചിപ്പിക്കാനുള്ളതെല്ലാം. സമയം കുറച്ചധികമായി തോന്നുന്നുണ്ട്. ഏതായിരുന്നാലും ഇതിന്റെ പരിമിതമായ അറിവും വായനയും വെച്ചുകൊണ്ടാണ് ഞാനിത് പറഞ്ഞിട്ടുള്ളത്. ഇനി ഒരുപാട് വിഷയമായിട്ട് ബന്ധപ്പെട്ട് ദീർഘമായി വിഷയത്തിൽ ഒരുപാട് കിതാബുകൾ എഴുതപ്പെട്ടിട്ടുണ്ട്. IS-മായി ബന്ധപ്പെട്ട ഞാൻ എഴുതിയ പുസ്തകത്തിൽ ഒരുപാട് 10-25ഓളം ഗ്രന്ഥങ്ങൾ സലഫി പണ്ഡിതന്മാര് ഈ വിഷയത്തിൽ മാത്രം രചിച്ചിട്ടുള്ള ഗ്രന്ഥങ്ങൾ, സലഫി പണ്ഡിതന്മാർ മാത്രം രചിച്ചിട്ടുള്ള അവരുടെ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കിയാൽ കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഖിസ്സത്തുൽ കാമില ഫി ഖവാരിജ് അസ്വരൻ എന്ന് പറയുന്ന ഏറ്റവും നല്ല പുസ്തകം. അതില് ഈ വിഷയങ്ങളൊക്കെ ഏകദേശങ്ങളൊക്കെ സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇഖ്വാനിയത്തിനെ സംബന്ധിച്ചും അതിൽ ചർച്ച ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കാം. അള്ളാഹുവിന്റെ ദീന് ആഴത്തിൽ പഠിക്കാൻ, കാരണം ദീന് പഠിക്കലാണ് ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. കാരണം ഫിത്നകൾ ഇനി കൂടിക്കൊണ്ടേയിരിക്കും, കുറയല്ല, ഇനി കൂടുക ചെയ്യാം. ഓരോ പുതിയ വാദങ്ങളും പുതിയ ഫിത്നകളും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ദീനിന്റെ അരികു ചേർന്ന് ദീൻ പഠിച്ചാൽ ആ ഫിത്നയിൽ രക്ഷപ്പെടാൻ കഴിയും. അത്തഫഖഹു ഫിദ്ദീൻ ഹുവ അൽ-ഇസ്മത്തു മിനൽ ഫിതൻ എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ ദീനിൽ അവഗാഹം നേടുക എന്നതാണ് ഫിത്നയിൽ രക്ഷപ്പെടാനുള്ള ഏക പോംവഴി. അതുകൊണ്ടാണ് സഹാബത്തിന്റെ കാലത്ത് ഒരുപാട് ഫിത്ന ഉണ്ടായി.
ഖവാരിജ് വന്നു, ഖദരിയാക്കൾ വന്നു, ഷിയാക്കൾ വന്നു, മുർജിയാക്കൾ വന്നു. ഒരൊറ്റ സഹാബി മേലേക്ക് പോയിട്ടില്ല. ഒരു സഹാബി പോലും ഖവാരിജ് ആയിട്ടില്ല, ഖദരി ആയിട്ടില്ല, മുർജി ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. കാരണം അവർക്ക് ഇൽമുണ്ട്. ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാൽ ഏത് കക്ഷി ആരും എന്ത് എന്ന് പറഞ്ഞാലും അതിനൊക്കെ ആള് കൂടാണ്ടാവും, അതിനൊക്കെ ന്യായീകരിക്കാണ്ടാവും, അതിനൊക്കെ കൊടി പിടിക്കാണ്ടാവും, അതിനൊക്കെ പക്ഷം ചേരാണ്ടാവും. അതെന്തുകൊണ്ടാണ്? ഇൽമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ ദീന് അടിസ്ഥാനപരമായി ഇതിന്റെ സോഴ്സുകളിൽ നിന്ന് പഠിക്കുക എന്നുള്ളതിനാണ് എല്ലാ ഫിത്തിനും രക്ഷപ്പെടാൻ ഏക പോംവഴി. അള്ളാഹു നമ്മ എല്ലാം അവന്റെ ദീനിന്റെ അഹലുകാരാക്കി തീർക്കുമാറാവട്ടെ. എല്ലാവിധ ഫിത്തിനകളിൽ നിന്നും വഴികേടുകളിൽ നിന്നും ദലാലത്തുകളിൽ നിന്നും അള്ളാഹു നമ്മ എല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞത് ആർക്കെങ്കിലും ഉപകാരപ്പെട്ടോന്ന് അറിയില്ല. അള്ളാഹു അത് സ്വീകരിക്കുമാറാവട്ടെ. ഇനി എന്തെങ്കിലും വിഷയമായിട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കൊരു 5 മിനിറ്റ് സംസാരിക്കാം. അള്ളാഹു അലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഹ്സനല്ലാഹു ഇലൈക് ബാറക്കല്ലാഹു ഫീക്. ഉസ്താദ് ഏകദേശം എല്ലാ മേഖലയും ഉസ്താദ് ടച്ച് ചെയ്തിട്ടുണ്ട്. മാഷാ അല്ലാഹ്. ചോദ്യങ്ങൾ നമ്മൾ മുമ്പ് വെച്ച സെഷനുകളെക്കാളും വളരെയധികം ചോദ്യങ്ങളാണ് ഈ ഒരു സെഷനിൽ വന്നത്. അൽഹംദുലില്ലാഹ്, വലിയ ഖൈർ തന്നെയാണ്. എന്നിരുന്നാലും നമുക്ക് എല്ലാ ചോദ്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റാത്തതുകൊണ്ട് ചില വിഷയങ്ങൾ മാത്രം ഞാൻ ഉസ്താദിനോട് ചോദിക്കുന്നു. ഉസ്താദ് അത് പെട്ടെന്ന് മറുപടി തന്നാൽ വലിയ ഖൈറായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്. അതേ ഉസ്താദ് സയ്യിദ് കുത്തുബിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചതാണ്, സയ്യിദ് കുത്തുബ് സലഫി ആയിരുന്നില്ലേ എന്ന്. സയ്യിദ് കുത്തുബ് ഒരിക്കലും സലഫില്ല. നമ്മൾ മനസ്സിലാക്കുന്നത് സലഫി എന്ന് പറഞ്ഞാല് പിന്നെ സൂഫി അല്ലാത്തവനൊക്കെ സലഫി എന്നൊരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഷിയ അല്ലാത്തവനൊക്കെ സലഫി, അങ്ങനെയല്ല. സയ്യിദ് കുത്തുബ് പിന്നെ ഈജിപ്തിൽ ജീവിച്ചു. അദ്ദേഹം ആദ്യം ഈ ത്വരീഖത്ത്, സയ്യിദ് കുത്തുബ് ആണെങ്കിൽ ഹസൻ ബന്നയാളൊക്കെ ത്വരീഖത്ത് പ്രസ്ഥാനത്തിന്റെ അശ്അരി മദ്ഹബ് സ്വീകരിച്ച ആളുകളായിരുന്നു. പിന്നീട് അതിൽ നിന്നാണ് അവര് പിന്നെ ഈ ഒരു ചിന്താധാരയിലേക്ക് വളർന്നു വരുന്നത്, ഈ ഒരു പിഴച്ച ചിന്തയിലേക്ക്. ഇതിലൊരു ഇതൊരു പ്രശ്നം എന്താ വെച്ചാല്, പ്രശ്നമില്ല, അതിനൊരു എന്താണെന്നൊരു അവ്യക്തത നിൽക്കുന്നത്. ഒരേ കാലഘട്ടത്തിലാണ് സയ്യിദ് കുത്തുബ് ഇവിടെയും അതുപോലെ തന്നെ മൗദൂദി സാഹിബ് ഇന്ത്യയിലും ഒക്കെ ഒരു ചിന്താധാരയുമായിക്കൊണ്ട് രംഗത്ത് വരുന്നത്. യഥാർത്ഥത്തിൽ സയ്യിദ് കുത്തുബും അതുപോലെ തന്നെ മൗദൂദി സാഹിബും പരസ്പരം കണ്ടിട്ടില്ല. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയ കണക്ഷനുകളൊന്നുമില്ല. ഒരേ കാലഘട്ടത്തിൽ ഒരു ലോകത്തിന്റെ വിവിധ കോണുകളിൽ ഒരേ ചിന്താധാര, അതും പിഴവുള്ള ചിന്താധാര ഒന്നിച്ചു വളർന്നു വരുന്നു എന്നുള്ളതിൽ ഒരു ദുരൂഹതയുണ്ട്. ഏതായാലും അല്ലാഹു അഅലം. അദ്ദേഹം സലഫി ആയിരുന്നില്ല, അദ്ദേഹം അശ്അരി ആയിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സലഫി, ഇപ്പൊ നമ്മുടെ നാട്ടിൽ എന്താ വെച്ചാല് സമസ്ത അല്ലാത്തവരൊക്കെ സലഫിയാണ്. സലഫികളാണ്. യഥാർത്ഥ സലഫി എന്ന് പറഞ്ഞാൽ സലഫിന്റെ യഥാർത്ഥ മാർഗം പിന്തുടരുന്ന ആളുകൾക്കാണ് സലഫി എന്ന് പറയുന്നത്. അദ്ദേഹം ഒരിക്കലും സലഫി ആയിട്ടില്ല. മാത്രമല്ല സലഫി ഇഖ്വാനിസത്തെ സംബന്ധിച്ചിടത്തോളം സലഫിയത്തിനോട് കഠിനമായ വിരോധം പുലർത്തുന്നവരും ഇപ്പൊ നമുക്കറിയാം. ഇന്നത്തെ ആധുനിക ഇപ്പൊ കേരളത്തിലുള്ള തന്നെ ഇഖ്വാനികൾ എടുത്ത് നോക്കിയാൽ ഇല്യാസ് മൗലവിയെ പോലുള്ള ആളുകളും, അതുപോലെ തന്നെ ഈ എന്താ പറയാ നസീർ അസരി പോലുള്ള ആളുകളൊക്കെ സലഫികളോട് സ്വീകരിക്കുന്ന നിലപാട് നോക്കിയാൽ തന്നെ നമുക്ക് വ്യക്തമാവും. അപ്പൊ അദ്ദേഹം സലഫി അല്ല, ആയിരുന്നില്ല. അത് പിന്നെ നമ്മൾ ഈ ഒരു ആയത്താണല്ലോ ഖവാരിജികളെ വിഷയം വരുമ്പോൾ ചർച്ചാ വിഷയമായിട്ടുള്ളത്. ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്. ഒരു സഹോദരൻ ചോദിച്ചതാണ് അതിന്റെ യഥാർത്ഥ തഫ്സീർ എന്താണെന്നുള്ളത്. എന്താണ് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതായത് ഖവാരിജികൾ ഈ ആയത്ത് എടുത്തത് വിശുദ്ധ ഖുർആനിലെ ആയത്തുണ്ട്, ഹുക്കും ഇല്ല എന്നുള്ള ആയത്തുണ്ട്. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിർവഹിക്കാൻ അല്ലെങ്കിൽ ഹുക്കും പറയാനുള്ള അധികാരമുള്ളത്. എന്ന് പറഞ്ഞാൽ മതപരമായ ശരീഅത്ത് ഉണ്ടാക്കാനും ഒരു ഹുക്കും ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ പ്രാപഞ്ചികമായ കാര്യങ്ങൾ, ഇപ്പൊ സൂര്യന്റെ നിയമങ്ങൾ, കാര്യങ്ങൾ, അതൊന്നും ആർക്ക് തർക്കമുള്ള കാര്യമില്ല. അതേസമയത്ത് മതത്തിൽ ഒരു ഹുക്കും ഉണ്ടാക്കണമെങ്കിൽ അത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ കഴിയൂ. അതുകൊണ്ടാണ് അള്ളാഹു ഹാക്കിമാണെന്ന് പറഞ്ഞത്. അള്ളാഹു ആണ് ഹാക്കിം എന്ന് പറയാൻ കാരണം അതാണ്. ഇതിൽ മുസ്ലിങ്ങൾക്കാർക്ക് തർക്കമല്ല. പക്ഷെ ഇവര് പറയുന്നത് വെച്ചാല് ഭരണകൂടം, അതപ്പോ ഇസ്ലാമികമല്ലാത്ത ഭരണകൂടമാണെങ്കിലും ഇനി ഒരു മുസ്ലിം ഭരണാധികാരിയാണെങ്കിലും അയാളെ സംബന്ധിച്ചിടത്തോളം മതമുണ്ടാക്കാൻ, അതായത് ഒരു നിയമങ്ങളും ഇനി മതവുമായി കൊണ്ട് നേർക്കുനേരെ ബന്ധമുള്ളത് അല്ലെങ്കിലും ഒരു നിയമങ്ങളും ഉണ്ടാക്കാനുള്ള അധികാരമില്ല.
അപ്പൊ എന്തുകൊണ്ടാണ് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹും അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു കാഫിറാണെന്ന് ഈ ഖവാരിജികൾ പറഞ്ഞത്? അതായത് പിന്നെ രണ്ട് കൂട്ടരിൽ നിന്നും ഒരു മധ്യസ്ഥന്മാരെ വെച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. ആ ചർച്ച ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവരുടെ വിധി നമ്മൾ അംഗീകരിക്കാം. അലി ബിൻ അബി താലിബിന്റെ ഭാഗത്തു നിന്നൊരു ടീമും അതുപോലെ തന്നെ മുആവിയ റളിയല്ലാഹുവിന്റെ ഭാഗത്തു നിന്നൊരു ടീമും വെച്ചിട്ട് ആ ടീം പറയുന്ന വിധിയെ നമുക്ക് അംഗീകരിക്കാം. അപ്പൊ മനുഷ്യന്മാർക്ക് വിധി പ്രഖ്യാപിക്കാനുള്ള അധികാരം കൊടുത്തു. അതുകൊണ്ട് ഇവർ കാഫിറായി. യഥാർത്ഥത്തിൽ ആ വിധി മുസ്ലിമീങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഭൗതികമായ വിധിയാണ്. അതൊരു ശരീഅത്തിന്റെ നിയമമല്ല. ഒരു ശരീഅത്തിന്റെ നിയമം ഉണ്ടാക്കാനുള്ള അധികാരം അള്ളാഹ്ക്ക് മാത്രമേ ഉള്ളൂ. അതേ സമയത്ത് ഭൗതികമായ നിയമങ്ങൾ, ഇപ്പൊ നമുക്കറിയാം ഒരു ജാമ്യ, ഇപ്പൊ നമ്മുടെ ജാമ്യയില് അവിടുത്തെ യൂണിഫോം ഇന്നതാണ്. അത് നമുക്ക് തീരുമാനിക്കാം. അത് ളുഹറിന്റെ നിസ്കാരത്തിന്റെ സമയം വരെ നമുക്ക് തീരുമാനിക്കും. പക്ഷെ ളുഹർ നിസ്കാരം തീരുമാനിക്കാൻ ജാമ്യക്ക് അധികാരമില്ല. ളുഹർ നിസ്കാരം എങ്ങനെയായിരിക്കണം എന്നത് ജാമ്യക്ക് തീരുമാനിക്കാൻ അധികാരമില്ല. അതേസമയത്ത് ളുഹർ നിസ്കാരത്തിന്റെ സമയം തീരുമാനിക്കാം. അതിനാരാണ് ഇമാമത്ത് കണ്ട് തീരുമാനിക്കാം. ജാമ്യയിൽ യൂണിഫോം തീരുമാനിക്കാം. ക്ലാസ് എപ്പോൾ തുടങ്ങണം, ക്ലാസ് എപ്പോൾ അവസാനിപ്പിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ഭൗതികമായ ട്രാഫിക് നിയമങ്ങൾ, അതുപോലെ തന്നെ ഭൗതികമായ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാനുള്ള അധികാരങ്ങൾ മനുഷ്യന്മാർക്കുള്ളത് കൊടുത്തിട്ടുണ്ട്. എത്രത്തോളം വെച്ചൊരു ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ അവരുടെ ഹാക്കിമെ നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബങ്ങൾ തമ്മിൽ പ്രശ്നം ഉണ്ടായാൽ ഹാക്കിമെ നിശ്ചയിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖവാരിജികൾക്കെതിരെ ഓതിയ ആയത്തുകളാണ്. ഒരു ഭാര്യയും ഭർത്താവും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ഹക്കമൻ മിൻ അഹ്ലിഹി വഹക്കമൻ മിൻ അഹ്ലിഹി എന്ന് ഖുർആനിൽ ഒരു ഹാക്കിമ് ഭാര്യയുടെ ഭാഗത്തു നിന്നും ഹാക്കിമ് ഭർത്താവിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകണം. അവിടെ ആ ഹാക്കിമ് പറഞ്ഞ വിധിയാണ് അത് സ്വീകരിക്കേണ്ടത്. അതുപോലെ തന്നെ ഹജ്ജിന്റെ സന്ദർഭത്തിൽ ആരെങ്കിലും വേട്ടയാടി കഴിഞ്ഞാൽ അവിടെ പിന്നെ യഹ്കും ബിഹി ദവ അദലിൻ മിൻകും, നിങ്ങളിൽ ഒരു നീതിമാനായ ഒരു വ്യക്തി പറയുന്ന ഹുക്കുമാണ് അയാൾ സ്വീകരിക്കേണ്ടത്. അപ്പൊ അവിടെ മതപരമായ വിഷയങ്ങളിൽ പോലും, അതായത് ദീൻ ഉണ്ടാക്കല്ല, ഇവര് പറഞ്ഞത് വെച്ചാൽ ഒരു നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമില്ല. അതുകൊണ്ട് തന്നെ ഇസ്ലാമിക ഭരണാധികാരികൾ പിന്നെ ഭൗതികമായ കാര്യങ്ങൾ ഉണ്ടാക്കാൻ പോലും അധികാരമില്ലാത്തതുകൊണ്ട് തന്നെ അവർ കാഫറായി പോയി. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ അവർ കാഫറായി പോയി. പൂർണ്ണമായും അള്ളാഹ്ക്ക് മാത്രമേ ഹാക്കിമുള്ളൂ. അത് ഇസ്ലാമികമായിട്ടുള്ള വിധിയല്ല. മാത്രമല്ല ഈ പിന്നെ വമല്ലം യഹ്കും ബിമാ അൻസലല്ലാഹു ഫഉലൈക ഹുമുൽ കാഫിറൂൻ, ഈ ആയത്തും സാധാരണ ഒരു ഓതാറുണ്ട്. അള്ളാഹു ഇറക്കിയത് കൊണ്ടല്ലാതെ വിധിച്ചാൽ അവൻ കാഫിറായി പോകും. ഈ ആയത്തിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്ത സഹാബത്ത് മുഴുവൻ കൊടുത്ത വിശദീകരണം അവൻ കാഫിറാകും എന്ന് പറഞ്ഞാൽ എങ്ങനെ കാഫിറാകും? ഇസ്ലാം എന്ന് പുറത്തു പോകുന്ന കാഫിറല്ല. അത് അനുവദനീയമാണ്. ഇസ്തിഹ്ലാലോടുകൂടി വിധിച്ചാൽ മാത്രമേ കാഫിറാവുള്ളൂ. അത് അനുവദനീയമാണ്. എങ്ങനെ? അതായത് ഒരു ഭരണാധികാരി ഇസ്ലാമിക ശരീഅത്ത് നിലനിൽക്കുന്ന രാജ്യത്താണെങ്കിൽ പോലും അവിടുത്തെ ഇസ്ലാമിക ഭരണാധികാരി ആ ശരീഅത്ത് വിധിക്കാതെ മറ്റൊരു വിധി വിധിച്ചു, ശരീഅത്തിന്റെ നിയമത്തിന് വിരുദ്ധമായി വിധിച്ചു, അപ്പോൾ പോലും അയാൾ കാഫിറാവുന്നില്ല. അയാൾ കാഫിറാകുന്നത് ഇസ്തിഹ്ലാൽ ഉണ്ടാകുമ്പോഴാണ്. അത് പണ്ഡിതന്മാർ വളരെ വ്യക്തമായി പറഞ്ഞതാണ്, അഹ്ലുസുന്ന പണ്ഡിതന്മാർ. മാത്രമല്ല ഖുർആൻ സുന്നത്തിലൊക്കെ പിന്നെ പറയാറുണ്ട് മാലം ഇസ്തഹില്ലുഹു. ഇമാം തഹാവി അദ്ദേഹത്തിന്റെ തഹാവി പിന്നെ അഖീദത്ത് തഹാവി പറഞ്ഞതാണ്, ലം നുകഫിർ അഹദൻ മിൻ അഹ്ലിൽ ഖിബ്ലത്തി മാ ലം ഇസ്തഹില്ലുഹു. അഹ്ലു ഖിബ്ലത്തിൽപ്പെട്ട ഒരാളെ നമ്മൾ കാഫിർ എന്ന് വിധിക്കുന്നില്ല, അയാളത് ഹലാലായി കൊണ്ട് ചെയ്തെങ്കിലല്ലാതെ. ഇപ്പൊ ഏറ്റവും ചെറിയ ഉദാഹരണം പറയാം. ഇപ്പൊ ഒരാൾ കള്ളു കുടിച്ചു, അള്ളാന്റെ വിധിക്ക് എതിരെ ചെയ്തല്ലോ അയാള്. കള്ളു കുടിക്കരുത് എന്നുള്ള പറഞ്ഞതാണ്, പക്ഷെ അയാൾ കള്ളു കുടിച്ചു. അപ്പൊ അള്ളാന്റെ വിധി അയാൾ ലംഘിച്ചു, പക്ഷെ അയാൾ കാഫിറാണല്ല. അതുപോലെ അള്ളാഹു ഇറക്കിയത് കൊണ്ട് വിധിക്കണം എന്നുള്ള പറഞ്ഞു, പക്ഷെ അയാൾ വിധിച്ചില്ല, അയാൾ കാഫിറായിട്ടില്ല. ഇവര് പറഞ്ഞു കാഫിറാവും. അതുകൊണ്ടാണ് മുഅ്തസിലിയാക്കളും ഇവരൊക്കെ പറഞ്ഞു വെച്ചാൽ വൻപാപം ചെയ്ത കാഫിറായി പോകും. അത് ഈ അസലാണ്. അതേ സമയത്ത് ഞാൻ കള്ളു കുടിച്ചു, ഞാൻ വെറുതെ കുടിച്ചു, എനിക്ക് തോന്നിയപ്പോൾ കുടിച്ചു, അത് ഹറാമാണ്, കുഫ്റല്ല. പക്ഷേ ഒരാൾ വിശ്വസിക്കാണ് എനിക്ക് കള്ളു കുടിക്കൽ അനുവദനീയമാണ്, കള്ളു കുടിച്ചാൽ പ്രശ്നമൊന്നുമില്ല, അത് എനിക്ക് ഹലാലാണ്, അയാൾ വിശ്വസിക്കുന്നതോട് കൂടി തന്നെ അയാൾ കാഫിറായി. അയാൾ കുടിച്ചിട്ടില്ലെങ്കിൽ കാഫിറായി. അയാളവിടെ ഇസ്തിഹ്ലാൽ വന്നു, അനുവദനീയമാക്കൽ വന്നു. ഇനി അയാൾ കള്ളു കുടിച്ചാലോ അയാൾ കാഫിറാവും ചെയ്യും, ഹറാമും ചെയ്യുകയും ചെയ്യും. ഇതാണ് വ്യത്യാസം. അപ്പൊ അള്ളാഹു ഇറക്കിയത് കൊണ്ട് വിധിക്കുക എന്ന് പറഞ്ഞാൽ ആ വിധി അനുവദനീയ ഇസ്തിഹ്ലാലോട് കൂടിയാണെങ്കിൽ കാഫിറാവുള്ളൂ. അതാണ് നമ്മളും ഈ ഖവാരിജികളും തമ്മിൽ വ്യത്യാസം. അവർ ഇസ്തിഹ്ലാൽ ഇല്ലെങ്കിലും കാഫിറാന്ന് പറഞ്ഞു. അത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സഹാബത്തിന്റെ തഫ്സീറിനെതിരാണ്. അതാണ് ഇൽ ഹുക്കും ഇല്ലാ ലില്ലാഹ്. ആ ഹുക്കും അള്ളാഹ്ക്ക് മാത്രം, ആ അള്ളാഹ്ക്ക് മാത്രമുള്ള ഹുക്കും നമ്മൾ ഹലാലാക്കി കൊണ്ട് ചെയ്യുമ്പോൾ
അവിടെ കുഫർ വരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് ഈ നിൽക്കുമില്ല എന്ന ആയത്ത് ഉണ്ടായിരിക്കെ തന്നെ സഹാബത്ത് എന്തൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. രാജ്യത്തിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, ഭരണത്തിന് നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ മാനുഷികമായിട്ടുള്ള പല നിയമങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. അതൊന്നും ദീനിനെതിരില്ലാത്ത നിയമങ്ങളാണ്. ദീനിൽ ഒരു പുതിയ നിയമം ഉണ്ടാക്കുക അള്ളാഹുവിന്റെ ഹാക്കിം. അതാണ് ആയത്തിന്റെ അർത്ഥം. അതുകൊണ്ടാണ് കലിമത്ത് ഹഖിൻ ഉരീദ ബിഹിൽ ബാത്തിൽ. ഓതി ആയത്ത് ശരിയാണ്, പക്ഷെ അതുകൊണ്ട് ഉദ്ദേശം തെറ്റാണെന്ന് ഖവാരിജികളോട് അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പറയാൻ കാരണം. അല്ലാഹു അഅലം ബിസ്സവാബ്. ബാറക്കല്ലാഹു ഫീക്ക്. അത് വളരെ ഒരു നല്ല എക്സാമ്പിളെല്ലാം വെച്ചിട്ട് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ വേറൊരാള് ചോദിച്ചത്, അതായത് സയ്യിദ് കുത്തുബിനെ തക്ഫീരിയായിട്ട് സലഫി പണ്ഡിതന്മാർ പറയാറുണ്ടെന്നാണ് മനസ്സിലായിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടാണ് അമാനി മൗലവി റഹിമഹുല്ല അമാനി തഫ്സീറിൽ കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ കോട്ടിങ്സ് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊരാണ് ചോദിച്ചിട്ടുണ്ടായത്. സയ്യിദ് കുത്തുബിനെ അമാനി മൗലവി കോട്ട് ചെയ്ത ഭാഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. സയ്യിദ് കുത്തുബിന് ഡിവേഷൻ വന്നിട്ടുള്ള, അതായത് വ്യതിയാനം വന്നിട്ടുള്ള ഒരു ഭാഗത്തും അമാനി മൗലവി സയ്യിദ് കുത്തുബിനെ കോട്ട് ചെയ്തിട്ടില്ല. നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അത് അമാനി മൗലവിയുടെ സൂക്ഷ്മതയാണത്. അത് സയ്യിദ് കുത്തുബിന് ആദർശ വ്യതിയാനം സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലത്ത് പോലും അമാനി മൗലവി സയ്യിദ് കുത്തുബിനെ കോട്ട് ചെയ്തിട്ടില്ല. സിഹിറിന്റെ വിഷയം സയ്യിദ് കുത്തുബിന്റെ നിലപാട് ശരിയാണ്, അതുകൊണ്ട് അമാനി മൗലവി അവിടെ കോട്ട് ചെയ്തു. അതേസമയത്ത് തഹ്കീമിന്റെ വിഷയം, ഇൽ ഹുക്കും ഇല്ലാ ലില്ലാ എന്നുള്ള വിഷയം, അത് സയ്യിദ് കുത്തുബിന്റെ നിലപാട് ശരിയല്ല. പക്ഷെ ആ ആയത്ത് വിശദീകരിച്ച് അമാനി മൗലവി ഒരിക്കലും സയ്യിദ് കുത്തുബിനെ കോട്ട് ചെയ്തിട്ടില്ല. ഇത് മുഫസ്സിരീങ്ങളുടെ രീതിയാണ്. മുമ്പ് കഴിഞ്ഞു പോയ തഫ്സീറുകളിൽ ആ തഫ്സീറുകളെ കോട്ട് ചെയ്യുക എന്നുള്ളത് ഇപ്പോ എത്രത്തോളം ചോദിച്ചപ്പോ ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇപ്പൊ ഈ ജസ്സാസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അഹ്കാമുൽ ഖുർആൻ, ജസ്സാസ് മുഅ്തസിലിയാണ്. പക്ഷെ അഹ്കാമുൽ ഖുർആന്റെ ചില ഭാഗങ്ങളൊക്കെ നല്ല ചർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഷെയ്ഖ് അൽബാനി ചില സന്ദർഭങ്ങളിൽ ഈ ജസ്സാസിനൊക്കെ കോട്ട് ചെയ്യും. പക്ഷെ അദ്ദേഹത്തിന്റെ എത്തിസാലിന്റെ ഭാഗം കോട്ട് ചെയ്യൂല. അദ്ദേഹം മുഅ്തസിലി ആശയങ്ങൾ പറഞ്ഞ ഭാഗം അദ്ദേഹം ഒഴിവാക്കും. അതേ സമയത്ത് ഖുർആനിലെ ചില ഹുക്കുമുകളെ സംബന്ധിച്ച് പറഞ്ഞ, അതാണ് അഹ്കാമുൽ ഖുർആൻ എന്ന് പറയുന്നത്. ചില ഖുർആനിൽ പറഞ്ഞ ചില ഹുക്കുമുകളെ സംബന്ധിച്ച് പറഞ്ഞ ഭാഗത്ത് കോട്ട് ചെയ്യും. അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഒരിക്കൽ പോലും ഈ ഹാക്കിമിയത്തിന്റെ വിഷയത്തിലോ അതുപോലെ തന്നെ സയ്യിദ് കുത്തുബിന് അബദ്ധം സംഭവിച്ചിട്ടുള്ള ഒരു മേഖലയിലും അമാനി മൗലവി റഹ്മത്തുള്ളാഹി അലൈഹി സയ്യിദ് കുത്തുബിനെ കോട്ട് ചെയ്തിട്ടില്ല. അദ്ദേഹത്തിന് അബദ്ധം സംഭവിക്കാത്ത വിഷയത്തിൽ കോട്ട് ചെയ്തില്ല. അത് ഏത് മുഫസ്സിരീങ്ങളുടെ രീതിയാണ്. അല്ലാഹു അലം. ഇത് രണ്ട് ചോദ്യമായിട്ടാണ് വന്നത്. ഞാനതിന് ഒന്നിപ്പിക്കുന്നുണ്ട്. ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിരിക്കും, എല്ലാവരും കേൾക്കേണ്ടത്, ഇതിന്റെ ഉത്തരം കേൾക്കേണ്ടതായിരിക്കും. അതായത് നമ്മുടെ ഇപ്പോൾ സോഷ്യൽ മീഡിയ യുഗത്തിൽ യുവാക്കളെല്ലാം കണ്ടുവരുന്ന ന്യൂസുകളും കണ്ടിട്ട് അവർ ചെയ്യുന്നൊരു സംഭവമാണ് മുസ്ലിം രാജ്യത്തിനെതിരെ സംസാരിക്കുന്നതും അതിനെതിരെ പറയുന്നതും സംഭവങ്ങളെല്ലാം. അതിൽ വന്ന രണ്ട് ചോദ്യം ഇതാണ്. അതായത് ദുൽമിനും വലാലത്തിനെതിരെല്ലാം സംസാരിക്കാൻ ഇസ്ലാം പ്രോത്സാഹനം കൊടുത്തിട്ടുള്ളതല്ല. തഅ്മുറൂന ബിൽ മഅറൂഫി തൻഹൂന അനിൽ മുൻകർ. അപ്പൊ ഈ വിഷയത്തിൽ നമ്മൾ ഹുക്കാമിനെതിരെ നമ്മൾ സംസാരിക്കുന്നത് നല്ലതല്ലേ എന്നാണ് ഒന്ന് ചോദ്യം. അതിൽ തന്നെ ചോദിച്ചത്, മുസ്ലിം രാജ്യത്തിന്റെ നേതാവിനെ ബൈഅത്ത് ചെയ്തവർക്ക് മാത്രമല്ലേ അവർക്കെതിരെ സംസാരിക്കാൻ പാടുള്ളൂ എന്നുള്ളത്. ബൈഅത്ത് ചെയ്യാത്ത ഇപ്പൊ നമ്മളെ പോലത്തെ ആൾക്കാർ, ഇന്ത്യക്കാർ സൗദീനെ കുറ്റം പറയുന്നതിൽ എന്താണ് തെറ്റ് എന്നുള്ളതാണ് ചോദിച്ചത്. ഇത് രണ്ടും സാധാരണ ആളുകൾക്ക് സംശയം ഉണ്ടാണ്. ഒന്നെന്താ വെച്ചാല് ഞാൻ നേരത്തെ സംസാരത്തിൽ പറഞ്ഞല്ലോ, ഇസ്ലാമിന്റെ ഭരണകൂടം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭരണാധികാരിയായ റസൂലഹുലെല്ലാം പിരിമിക്കും. അള്ളാഹുവിനോടും പ്രവാചകനോടും അനുസരണമുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഉലുൽ അംറിനെ അനുസരിക്കണം. ഈ ഉലുൽ അംറിന്റെ അനുസരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ വെച്ചാല് വഇൻ ഉമ്മർ അലൈക്കും അബ്ദുൻ ഹബശിയുൻ, ഒരു അബീസീനിയക്കാരനായ ഒരു അടിമയാണ് നിങ്ങളുടെ അമീറെങ്കിൽ പോലും നിങ്ങൾ അനുസരിക്കണം. ആ ഹദീസ് വിശദീകരിച്ച പണ്ഡിതന്മാര് പറഞ്ഞു വെച്ചാൽ ഒരു അടിമക്ക് ഒരിക്കലും ഭരണാധികാരിയാകാൻ കഴിയില്ല. അയാൾ തന്നെ അടിമയാണല്ലോ. ഒരു അടിമ എങ്ങനെയാണ് സ്വതന്ത്രം ഭരിക്കുക? അപ്പൊ അത് അസംഭവ്യമാണ്. അപ്പൊ ഇനി എന്ന് പറഞ്ഞാൽ ഒരു അടിമക്ക് ശരിക്ക് ഒരു ഭരണാധികാരിയാകാനുള്ള അർഹതയില്ല. ഇനി അർഹതയില്ലാത്ത ഒരു അടിമ നിങ്ങളുടെ ഭരണാധികാരിയായി വന്നു സങ്കല്പിക്കാം. അതും ഒരു അബീസീനിയക്കാരനായ ഒരു
നിങ്ങളുടെ പിന്നെ മേലധികാരിയെ നിങ്ങളുടെ അമീറായി കൊണ്ടുവന്നു സങ്കല്പിച്ചാൽ പോലും അയാൾക്ക് അതിന് അർഹതയുണ്ടോ ഇല്ലേ എന്നുള്ള നിങ്ങൾ നോക്കട്ടെ. നിങ്ങൾ അയാൾ എന്ത് ചെയ്യണം? അനുസരിക്കൽ നിർബന്ധമാണ്. നിങ്ങൾ അയാൾ അനുസരിക്കൽ നിർബന്ധം. ഇപ്പൊ ഈ പിന്നെ അതിശരിക്കുന്നത് ഇപ്പൊ അഹ്ലുസുന്നയുടെ നിലപാടെന്ന് വെച്ചാൽ ഭരണാധികാരികളുടെ തിന്മകൾക്കെതിരെ പ്രതികരിക്കാൻ പാടില്ല എന്ന് ഒരിക്കലും ഇസ്ലാം പറഞ്ഞിട്ടില്ല. ചില നിബന്ധനകളുണ്ട്. അതിനാണ് ആദ്യം പറഞ്ഞത്, ഒന്ന് ഭരണാധികാരിയുടെ അടുക്കൽ പോയി പ്രതികരിക്കാം. അതാണ് എന്ത് സുൽത്താനും ജാഹിരി. ഭരണാധികാരി പിന്നെ രണ്ടാമത് എന്താ വെച്ചാല് അവർക്കിടയിൽ ദൂതൊക്കെ അഹ്ലുസുന്നയുടെ ഇപ്പൊ ഇമാം അഹമ്മദ് നബിലൊക്കെ കിതാബിൽ ഇഷ്ടം പോലെ പറഞ്ഞതാണ്. അവരുടെ അടുക്കലേക്ക് ദൂതന്മാരെ പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കത്തുകൾ എഴുതാം. അതുമല്ലെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഇതിന് സാധിക്കുന്നില്ലെങ്കിൽ അയാൾ എന്ത് ചെയ്യാം? അള്ളാഹിനോട് പ്രാർത്ഥിക്കാം. അതല്ലാതെ പൊതുജനങ്ങൾക്കിടയിൽ ഫിത്നയും ഫസാദും ഉണ്ട്. അത് ഖവാരിജ്, ഞാൻ നേരത്തെ ഉസ്മാനുള്ളാന്റെ സംഭവം പറഞ്ഞല്ലോ, അത് ഖവാരിജികളുടെ രീതിയാണ്. അത് അഹ്ലുസുന്ന ഒരിക്കലും അംഗീകരിക്കണില്ല. പിന്നെന്താ വെച്ചാല് യൂത്തില്ല അള്ളാഹു സുബ്ഹാനഹു ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂത്തിൽ മുൽക മൻ തശാ വ തൻസിഉൽ മുൽക മിമ്മൻ തശാ. അള്ളാഹു ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അള്ളാഹാണ് അധികാരം കൊടുക്കുന്നത്. അതിന്റെ സമയമാകുമ്പോൾ അള്ളാഹ് തന്നെ അവരെ പിന്നെ മറിച്ചിടും. ഇസ്ലാമിക ഭരണകൂടങ്ങൾ അതിങ്ങനെ ഒരുപാട് കാണാൻ കഴിയും. മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, കാരണം ഇസ്ലാമിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണമെങ്കിൽ ആ കാര്യം കൊണ്ടുണ്ടാകുന്ന നന്മയേക്കാൾ കൂടുതൽ തിന്മയാണെങ്കിൽ ആ കാര്യം ചെയ്യാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്ഹില് കാബ 2 വാതിലാക്കാൻ ഉദ്ദേശിച്ചിരുന്നു. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ചെയ്തില്ല. കാരണം ഇബ്രാഹിം നബി കാബ ഉണ്ടാക്കിയപ്പം 2 വാതിലുണ്ടായിരുന്നു, 2 അടിയിലായിരുന്നു. ഒരു വാതിൽ കൂടെ മറ്റേ വാതിൽ കൂടെ ഇറങ്ങാം. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കം ഫത്തിന്റെ സന്ദർഭത്തിൽ ചെയ്യാതിരുന്നത് വെച്ചാൽ ആയിഷ റളിയല്ലാഹു നബി ഇത് പറയുന്നുണ്ട്, ഇപ്പൊ പുതിയ ആൾക്കാർ ഇസ്ലാമിലേക്ക് വന്നിട്ടുള്ളൂ മക്കം ഫത്തിന്റെ അന്ന്. അപ്പം കാബ പൊളിച്ച് പുതിയതുണ്ടാക്കിയ ആളുകൾ പറയും. അപ്പൊ ചില ആളുകൾക്ക് തിരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ചില സംഗതികൾ ചെയ്യണമെങ്കിൽ അതിന്റെ നന്മയും തിന്മയും നോക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാല്, സൗദി ഗവൺമെന്റിൽ നമുക്ക് ബയ്യത്തില്ലല്ലോ, ശരിയാണ്. പക്ഷെ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ, നമ്മൾ ബയ്യത്തില്ലാത്ത രാജ്യത്തിരുന്നോട്ട് പോലും ബയ്യത്തിലുള്ള ആ രാജ്യത്തെ വിമർശിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് അത് സ്വാധീനം ഉണ്ടാക്കും. നമ്മുടെ രാജ്യത്തിന്റെ പുറത്തായിരിക്കും, പക്ഷെ അവിടുത്തെ പ്രജകൾക്കിടയിൽ അത് സ്വാധീനം ഉണ്ടാക്കും. അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം രാഷ്ട്രത്തിനെതിരെയും പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ രാജ്യത്തിന്റെ പുറത്ത് അകത്ത് എന്നുള്ള വ്യത്യാസം തന്നെ സോഷ്യൽ മീഡിയക്ക് ഇല്ലല്ലോ. ഏത് രാജ്യത്തെന്ന് പറഞ്ഞാലും, സൗദി എന്ന് പറഞ്ഞാലും, സൗദി ഇവിടെ എന്ന് പറഞ്ഞാലും, സ്വന്തം വീട്ടിന്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാലും, ഓഫീസ് എന്ന് പറഞ്ഞാലും ഒക്കെ പൊതുജനങ്ങൾക്കിടയിലെത്തും. അതുകൊണ്ട് അത് പാടില്ല. ബയ്യത്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും പാടില്ല. കാരണം അത് ഈ ഖുറൂജിൽ പെടുമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. അല്ലാഹു അഅലം ബിസ്സവാബ്. നമുക്കിനി പിന്നെ അധികം ഇല്ലെങ്കിൽ അവസാനിപ്പിക്കാം. ഒരു ചോദ്യം കൂടി ഉണ്ടായിരുന്നു, ഒറ്റ ഒന്ന് മാത്രം. നമ്മൾ കേരളത്തിൽ ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പായിട്ട്. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. കേരളത്തിൽ ഈ ഒരു സാഹചര്യം ഉണ്ടായിരുന്നല്ലോ, ഇതുപോലത്തെ ആൾക്കാരും ഉണ്ടായതും ഇവിടുന്ന് കുറെ ആൾക്കാർ പോയ സാഹചര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. അപ്പൊ അതിനെ കുറിച്ച് ചെറിയ രീതിയിൽ പിന്നെ പോയ ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഒരു പിന്നെ ഒരു കൂട്ടായ്മയിലോ മറ്റൊന്നും ഇല്ലാത്ത ആളുകളാണ്. സ്വന്തമായി ദീന് പഠിച്ച് ഈ ഇന്റർനെറ്റും മറ്റൊക്കെ എന്താ വെച്ചാൽ ഇങ്ങനെ സ്വന്തമായി പഠിച്ച് ഒരു സംഘത്തിന്റെ ഒപ്പം നിൽക്കാതെ, ഒരു കൂട്ടായ്മന്റെ ഒപ്പം നിൽക്കാത്ത ആളുകളാണ് പോയിട്ടുള്ളത്. അതൊരു അപകടമാണ്. ദീൻ എപ്പോഴും നമ്മളൊരു സോഴ്സ് നിന്ന് പഠിക്കണം. ഈ ഇന്റർനെറ്റും അതുപോലെ തന്നെ ഈ പിന്നെ മറ്റുള്ളവരിന്ന് സ്വന്തമായി പഠിക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങളൊക്കെ വരിക. അതുകൊണ്ട് ഇമാം ഷാഫി പറഞ്ഞിട്ടുള്ളത്, പിന്നെ അഖിലൻ തനാലില്ല വിശുദ്ധത്തിൻ, 6 കാര്യങ്ങളുണ്ടെങ്കിലേ ഇൽമുണ്ടാവുള്ളൂ. അതിൽ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇർഷാദ് ഉസ്താദാണ്. ഒരു ഉസ്താദിന്റെ ഗൈഡൻസ് വേണം. ഇല്ലെങ്കിൽ എന്താ വെച്ചാൽ നമുക്ക് ഇന്നത് വായിക്കുന്നത് ഏതാണ് നല്ലത് ഏതാണ് ചീത്ത നമുക്കറിയില്ല. ആരെയാണ് കൊള്ളേണ്ടതെന്ന് അറിയില്ല. അതുകൊണ്ട് ആ പ്രശ്നമുണ്ട്. ആ പ്രശ്നമുള്ള ആളുകളാണ് പോവുക. അങ്ങനെയാണ് ഇങ്ങനത്തെ ഫിത്നകളൊക്കെ നമുക്ക് അകപ്പെടാം. ഉസ്താദിന്റെ ഒരു നസീഹത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെല്ലാം ഇപ്പൊ ഇങ്ങനത്തെ കുറെ കാര്യങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ. ഉസ്താദിന്റെ വിഷയത്തിൽ സൂചിപ്പിച്ചതാണ് ഇൽമു സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ.
ഉസ്താദിന് അവസാനമായിട്ട് എന്താണ്, അതായത് ഇത്രയുള്ളൂ. നമ്മുടെ നമ്മളെന്താ വെച്ചാൽ ഒരു കാര്യത്തിൽ ഇടപെടുമ്പം പിന്നെ അതിന്റെ ശരിക്കുള്ള വശങ്ങളെ പഠിച്ചിട്ടാണ് നമുക്ക് അതിൽ ഇടപെടേണ്ടത്. ഒരു കാര്യത്തിൽ നമ്മൾ വേഗത്തിൽ ഒരു അഭിപ്രായം പറയുന്നതും കുറച്ച് ആലോചിച്ച് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു പക്ഷെ നമുക്ക് കുറച്ചുകൂടി ആലോചിച്ചാൽ അത് വേണ്ടിയിരുന്നില്ല എന്ന് പിന്നീട് തോന്നും. അപ്പൊ എടുത്തുചാട്ടങ്ങൾ ഒരിക്കലും സോഷ്യൽ മീഡിയ നമുക്ക് ഉണ്ടായിരുന്നു. നമ്മളൊരു കാര്യം പറഞ്ഞില്ലെങ്കിലും ഒരു പക്ഷെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഫിത്തനകൾ സാധാരണ നാവിൽ നിന്ന് സാധാരണ പണ്ഡിതന്മാർ പറഞ്ഞു വെച്ചാൽ നാവിന്ന് പുറത്തു പോയത് പിന്നെ തിരിച്ചെടുക്കാൻ കഴിയില്ലല്ലോ. അത് പറഞ്ഞിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് നമ്മൾ എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയാ, നമ്മുടെ അഭിപ്രായങ്ങളൊക്കെ ദീനിന്റെ പറയാൻ പറ്റുകയാണോ അല്ല എന്നുള്ളത് നോക്കാതെ പറയാ, അതൊരിക്കലും ഉണ്ടാകാൻ പാടില്ല. റസൂൽ പറഞ്ഞ കുൽ ഖൈർ ഔ ലിയസ്മുത്, നല്ലത് പറയാ, ഖൈറാണോ പറഞ്ഞാൽ മതി. എല്ലാ ഖൈറും പറയേണ്ടതില്ല, പറയുന്നത് ഖൈറായാൽ മതി. ഇതാണ് മനസ്സിലാക്കേണ്ടത്. എല്ലാ ഖൈറും പറയേണ്ടതില്ല, പറയുന്നത് ഖൈറായാൽ മതി. ഇല്ലെങ്കിൽ നമ്മൾ ഉണ്ടായിരിക്കുക. എന്താണ് ആവശ്യത്തിൽ പറയുക. അതായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നല്ലൊരു കൂട്ടായ്മ ആണ്, പിന്നെ സ്വീകരിക്കുമാറാവട്ടെ ഇൻഷാ അല്ലാഹ്. ആമീൻ ആമീൻ ബാറക്കല്ലാഹു ഫീക്. അൽഹംദുലില്ലാ, ചോദ്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. നമുക്ക് ഇതുവരെ ഇങ്ങനത്തെ ഇത്രയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്നില്ല. അൽഹംദുലില്ലാ, ഏതായാലും നമ്മൾക്ക് ഈ ഒരു ചെറിയൊരു സമയത്ത് ഉസ്താദിന്റെ നിന്ന് കുറെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവാനായിട്ട് വന്നിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ചോദ്യങ്ങൾ ഒരുപാട് വന്നതും കുറെ ആൾക്കാർ ഫസ്റ്റ് ജോയിൻ ആയ അതേ ആൾക്കാർ തന്നെ നമ്മളിൽ ഇപ്പോഴും ഉണ്ട്. അൽഹംദുലില്ലാ. പിന്നെ 2 പുസ്തകങ്ങളാണ് ഈ വിഷയത്തിൽ പറയുന്നത്, നമ്മൾ മലയാളത്തിലുള്ള ഓഡിയൻസിലുള്ള ആൾക്കാർക്ക് ഇതാക്കാനും. ഒന്ന് വിസ്ഡം ബുക്സ് പുറത്തിറക്കിയ ഇതാണ് ഇസ്ലാമും വ്യതിയാന കക്ഷികളും എന്ന് പറഞ്ഞിട്ട്, ഇതിൽ ഖവാരിജുകളെ കുറിച്ചിട്ട് പറയുന്ന ഒരു ഫുൾ ടോപ്പിക് തന്നെയുണ്ട്. ഇതിൽ പഴയ ഖവാരിജ് എങ്ങനെയാണ് ഉണ്ടായതെന്നും അതിന്റെ ഉത്ഭവം ഉസ്താദ് പറഞ്ഞതിന്റെ തന്നെ അതിനൊരു ഡിഫൈൻ ആക്കിയിട്ടുണ്ട്. ഇതാണ് ഉസ്താദിന്റെ ബുക്ക് ഐഎസിന്റെ. ഇതിപ്പോ കഴിഞ്ഞ ഷാർജ ബുക്ക് ഫെയറിൽ ഇതിന്റെ ഇംഗ്ലീഷ് പതിപ്പ് വന്നിട്ടുണ്ട്. ഇതിന്റെ PDF-ഉം അവൈലബിൾ ആണെന്നാണ് മനസ്സിലാക്കുന്നത്. നമ്മൾ ഗ്രൂപ്പിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അത് കിട്ടും. അപ്പൊ ഇതില് നമ്മുടെ ഇപ്പോഴത്തെ നമ്മളെ ഈ വിഷയത്തിന്റെ മെയിൻ ടോപ്പിക് ഖവാരിജ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്, ഇത് രണ്ടും ഉസ്താദിന്റെ ഈ ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട്. ബുക്ക് നെയിം ടൈപ്പ് ആരെങ്കിലും ടൈപ്പ് IS-ന്റെ മതം എന്നുള്ളതാണ് പുസ്തകത്തിന്റെ പേര്. അപ്പൊ അത് ഗ്രൂപ്പിൽ ആരോടെങ്കിലും ചോദിച്ചാൽ അത് കിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ ഇത് 2 പുസ്തകങ്ങളും വായിക്കണം, ഈ വിഷയത്തെ കുറിച്ച് അറിയണം. നമ്മൾ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. ഏതായാലും ഉസ്താദ് ഇത്രയും സമയം നമുക്കിടയിൽ ചെലവഴിച്ചതിന് വലിയ സന്തോഷം തന്നെയാണ്. അൽഹംദുലില്ലാ, അള്ളാഹു സ്വീകരിക്കട്ടെ. ഉസ്താദിന്റെ ദഅവത്ത് അള്ളാഹു ഖബൂൽ ചെയ്യുന്ന രീതിയിലേക്ക് ആക്കി തരട്ടെ. എന്തെങ്കിലും കാര്യങ്ങൾ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചിട്ട് നമുക്ക് അതൊക്കെ ഇനിയും സെഷനുകൾ നമ്മൾ വെക്കും. ഇത് നമ്മൾ വെച്ചതിന്റെ 2ാമത്തെ സെഷനാണ്. നമ്മൾ ആദ്യം വെച്ചത് ഇഖ്വാൻ മുസ്ലിമീനെ കുറിച്ചിട്ടാണ്, അദർശയിൽ ഉസ്താദ് വന്നിട്ട് നമ്മൾ ചെയ്തത്. ഇതിപ്പോ ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും നമ്മൾ സെഷനുകൾ ഈ വിഷയത്തിൽ നമ്മൾ വെക്കും. അള്ളാഹു അത് സ്വീകരിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ നബിയിന മുഹമ്മദ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. بارك الله فيكم جميعا. السلام عليكم ورحمة الله وبركاته.